നമ്മുടെ ഇന്നത്തെ വിഷയം ഫാമിലി ഈസ് എ വെബ് ഓഫ് റിലേഷൻഷിപ്പ് എന്നാണ്. അത് കുടുംബത്തെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ ഒരു ഡെഫിനിഷനാണ്. ഇറ്റ്സ് എ വെബ് ഓഫ് റിലേഷൻഷിപ്പ്. അതായത് ചെലന്തി വല പോലെയാണ്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാകുന്ന ഒന്നാണ് സ്പൈഡേഴ്സ് നെറ്റ്. ചെലന്തി വല പോലെ ഒരു നെറ്റാണ് ഫാമിലി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെബ് ഓഫ് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, relationship between parents and children, relationship between grandparents and grandchildren. അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിയാലും ഇതൊരു വെബാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് കട്ടായാൽ ദി എൻറ്റയർ ഫാമിലി റിലേഷൻഷിപ്പ് ഈസ് കൊളാപ്സ്ഡ്. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചാൽ പോലും ഈ വെബ് ഓഫ് റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അങ്ങനെയാണ് ഫാമിലി വളരെയധികം സ്ഥിരതയുള്ളതായിട്ടും ഏറ്റവും ഭംഗിയായും നന്നായും നമ്മൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ് ശിവ വിശ്വനാഥ്. ഈ ശിവ വിശ്വനാഥ് ഇന്ത്യയിലെ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിലുള്ള ഫാമിലിയെ പോസ്റ്റ് ട്രൂത്ത് ഫാമിലി എന്ന് വിളിക്കാറ്. അതൊരു പോസ്റ്റ് ട്രൂത്ത് ഇറായ്ക്ക് ശേഷം, അതായത് സത്യാനന്തരകാലം വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഹാഫ് ട്രൂത്ത് ഇസ് സെലിബ്രേറ്റഡ് ആസ് ട്രൂത്ത്. അർത്ഥസത്യങ്ങളെ സത്യങ്ങളായിട്ട് ആഘോഷിക്കുക, അതാണ് സത്യാനന്തര യുഗത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ശിവ വിശ്വനാഥ് പോസ്റ്റ് ട്രൂത്ത് ഫാമിലിയിലൂടെ പറയുന്നത്, നമ്മൾ ഈ സിനിമകളിലും സീരിയലിലും ഷോയിലും അല്ലെങ്കിൽ ഇപ്പൊ ധാരാളം വെബ് സീരീസ് ഒക്കെ ഉണ്ടല്ലോ, വെബ് സീരീസിലൂടെ ഒക്കെ കാണുന്ന ഫാമിലി എന്നൊക്കെ പറയുന്നത് അതൊരു പൊങ്ങച്ചത്തിന്റെ ഫാമിലിയാണ്. ദാറ്റ് ഈസ് നോട്ട് എ റിയൽ ഫാമിലി. പോസ്റ്റ് ട്രൂത്ത് ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലെല്ലാം കുടുംബജീവിതം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതും യഥാർത്ഥത്തിലുള്ളതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, അന്തരമുണ്ട് എന്ന്. അതുകൊണ്ട് പൊതുവെ പൊങ്ങച്ചങ്ങളിൽ ജീവിക്കുന്ന മലയാളി സമൂഹം അവരുടെ യഥാർത്ഥ ജീവിതം മറച്ചു വെച്ചിട്ടാണ് മീഡിയയിലൂടെ വേറൊരു ലൈഫിനെ പ്രൊജക്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കും. ഒരുപക്ഷെ നമുക്കിത് കാണുമ്പോഴെല്ലാം തോന്നും ഇവരുടെ ലൈഫ് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെയൊന്നും ആവണമെന്നില്ല. അവരുടെ ഹാർഡസ്റ്റ് റിയാലിറ്റി എന്താണെന്ന് നമുക്ക് അറിയണമെന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, അതായത് ഈ അതിന് ഹോം പോലെയുള്ള മലയാള ചലച്ചിത്രം അല്ലെങ്കിൽ നമുക്ക് സുപരിചിതമായിട്ടുള്ള മറ്റ് സിനിമകൾ, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഫാമിലി ആയിട്ട് ചിലപ്പോൾ തോന്നും. എന്നാൽ ഇപ്പോഴും ഒരു ഹൈറാർക്കി നിലനിൽക്കുന്ന, മെയിൽ ഡോമിനേഷൻ നിലനിൽക്കുന്ന, റോൾ കൺഫ്യൂഷൻസ് ഉള്ള, ഐഡന്റിറ്റി കൺഫ്യൂഷൻസ് ഉള്ള, പൊങ്ങച്ചങ്ങളിൽ മാത്രം ജീവിക്കുന്ന കുടുംബങ്ങളാണ് പൊതുവെ, ഇതൊരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, പൊതുവെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെയാണ് ഈ ഫാമിലി എന്നുള്ളതിനെ, ഈ വെബ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ ഗൗരവമായി പഠിക്കേണ്ട ഒരു ആവശ്യമാണ്. ഇതാണ് ഇതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, അതായത് ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിക്ക് ഒരു വിവാഹാലോചന വരുമ്പോൾ നിങ്ങൾ ബോംബെയിലാണ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ നാട്ടിലെ കാര്യമാണ്, ബോംബെയിലാണ് എന്ന് പറയുകയാണെങ്കിൽ ഒരു വലിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടി വരും. ബോംബെയിലാണ്, അതായത് നല്ല കമ്പനിയാണ്, നല്ല ശമ്പളമാണ്, ഒത്തിരി പ്രിവിലേജസ് ഉണ്ട്, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, താമസിക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ ഒരു വലിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടി വരും. എന്നാൽ പെൺകുട്ടി അല്ലെങ്കിൽ പയ്യൻ യു കെയിലാണെന്ന് പറഞ്ഞാൽ യാതൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടി വരുന്നില്ല. കാരണം അതൊരു ഷെയിം ആൻഡ് ഓണർ കൾച്ചറിലാണ് നമ്മൾ ഇതിനെല്ലാം കാണുന്നത്. അത് പയ്യൻ കാനഡയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷന്റെ ആവശ്യമില്ല. അവിടെ ആപ്പിൾ വർക്ക് നടന്നാലും അതിന്റെ ഡിസ്ക്രിപ്ഷന്റെ ആവശ്യമില്ല. അപ്പൊ ഇതൊരു നമ്മുടെ സൊസൈറ്റിയിൽ ഉൾപ്പെടെ നമ്മുടെ ഒരു പ്രൊജക്ഷന്റെ സൊസൈറ്റിയാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറം ലൈഫിനെ, അത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജീവിച്ചാലും ലൈഫിനെ ഗൗരവമായി കാണാൻ പറ്റുന്ന വാല്യൂസ്, മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലി നമ്മൾക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ ഒരു ഫാമിലിയെ കുറിച്ച് പറയുന്നത് ഫാമിലി ഈസ് ഫ്രജൈൽ എന്നാണ്. അതായത് വളരെ ദുർബലമാണ് ഫാമിലി. അതിന് കാരണം ഫാമിലിയുടെ ഡെഫിനിഷൻ തന്നെ മാറി. നമുക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ, അതാണ് ഫാമിലി. ഇന്ന് തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ യാഥാർത്ഥ്യമാണ്.
അതായത് പലയിടങ്ങളിലും ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാമിലി ഈസ് സംതിങ് ദാറ്റ് യു മേക്ക് എന്നാണ്. നീ സൃഷ്ടിക്കുന്നതാണ് നിന്റെ കുടുംബം എന്നാണ് പറയുന്നത്. സോ യു ക്യാൻ ഹാവ് എ ഫാമിലി ലൈഫ് വിത്ത് ദ സെയിം സെക്സ്. ഒരേ സെക്സിലുള്ള ആളുമായി ലെസ്ബിയൻ റിലേഷൻഷിപ്പ്, ഇതുപോലെയൊക്കെ വളരെ കോമൺ ആണ്. LGBT കമ്മ്യൂണിറ്റി, ഇതൊക്കെ സെക്ഷൽ ഫ്ലൂയിഡിറ്റി, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് വന്നിരിക്കുകയാണ്. സെക്ഷൽ ഫ്ലൂയിഡിറ്റി, ജെൻഡർ ഫ്ലൂയിഡിറ്റി. യു ചൂസ് യുവർ ജെൻഡർ, ഇറ്റ്സ് അപ് ടു യു, ഇറ്റ്സ് അപ് ടു യുവർ ഫ്രീഡം, ഇറ്റ്സ് യുവർ ചോയ്സ്, ജെൻഡർ ഇസ് യുവർ ചോയ്സ് എന്ന് പറയുന്ന പുതിയ ഫാമിലി സിസ്റ്റത്തെ നമ്മൾ കാണും. അപ്പോ ട്രഡീഷണലായ ഫാമിലി സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ they are exposed to various trends of family. അതായത് നമ്മൾ ഒരു തരത്തിലും പരിചയപ്പെട്ടിട്ടില്ലാത്ത, നമ്മുടെ കമ്മ്യൂണിറ്റി പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു ഫാമിലി സിസ്റ്റത്തെ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരികയാണ്. അവിടെയാണ് പള്ളിയോട് ചേർന്ന്, സഭയോട് ചേർന്ന്, ദേവാലയത്തോട് ചേർന്നൊക്കെ നമ്മൾ വളരണമെന്നും ജീവിക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ആവശ്യകത. We have to maintain a relationship which is already set there in our society. നമ്മുടെ ഫാമിലി സിസ്റ്റം എല്ലാം ഈ രീതിയിലാണ് ബിൽഡ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലോകത്തിന് പുറത്ത് പല കാര്യങ്ങൾ സംഭവിച്ചേക്കാം. ബട്ട് ഹൗ ഡു വി മെയിൻറ്റെയിൻ ആ റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ? ഇത് വളരെ നമുക്ക് സാധാരണഗതിയിൽ ഈ ഫാമിലിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴെല്ലാം നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു അപകടം എന്ന് പറയുന്നത്, ഇതിനെ ടെക്നിക്കലി വിളിക്കുകയാണെങ്കിൽ റോസി ഇൻട്രോസ്പെക്ഷൻ എന്നൊരു വാക്കാണ്. റോസി ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ പഴയതെല്ലാം നല്ലതാണ്. നിങ്ങൾ UK ഇരിക്കുമ്പോഴും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളുടെ പഴയ കാലത്തെ ഫാമിലി ലൈഫൊക്കെ വളരെ നല്ലതായിരുന്നു, ഇതുപോലൊരു ലൈഫ് ഉണ്ടായിട്ടേ ഇല്ല. സോ നിങ്ങൾ എപ്പോഴും നിങ്ങൾ പാസ്റ്റിനെ ഗ്ലോറിഫൈ ചെയ്യുകയും പ്രസന്റിനെ അപ്ഹോൾഡ് ചെയ്യാതിരിക്കുകയും ചെയ്യും. നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം എന്ന് പറയും. റോസി ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് പാസ്റ്റ് ഈസ് ഓൾവേസ് ഗുഡ്. അതുകൊണ്ടാണ് നമ്മൾ നൊസ്റ്റാൾജിക് ആയി സിനിമയിലൊക്കെ പറയുന്ന പോലെ മഴ ചായ, ജോൺസൺ മാഷിന്റെ പാട്ട്. പഴയതെല്ലാം നല്ലതാണ്, പുതിയതെല്ലാം മോശം. പുതിയതെല്ലാം നശിച്ചു പോയി. പണ്ടത്തെ ഫാമിലി ആയിരുന്നു നല്ലത്, പണ്ടത്തെ ജീവിതമായിരുന്നു. അങ്ങനെ ഒരു ലൈഫ് ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. യു കാൻ ലിവ് ഇൻ പാസ്റ്റ്, യു ഹാവ് ടു ലിവ് ഇൻ പ്രസന്റ്. ഇന്ന് എങ്ങനെ ഫാമിലിയെ ബിൽഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ എൻ്റെ ഒരു സബ്ജക്റ്റാണിത്. ഞാൻ കൗൺസിലിങ്ങിലാണ് എൻ്റെ ഹയർ എഡ്യൂക്കേഷനിൽ. അപ്പോൾ എൻ്റെ പഠനം, എൻ്റെ റിസർച്ച് കപ്പിൾസ് അറ്റാച്ച്മെന്റ് എന്നുള്ളതാണ്. അതൊരു അറ്റാച്ച്മെന്റ് തിയറിയെ ബേസ് ചെയ്തിട്ടാണ്. ജോൺ ബോൾബി എന്ന് പറയുന്നൊരു സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് അറ്റാച്ച്മെന്റ് തിയറി എന്ന് പറയും. അതായത് എത്രത്തോളം അറ്റാച്ച്മെന്റ് കൂടുമോ അത്രത്തോളം ലോസിന്റെ ഇമ്പാക്ട് കൂടുമെന്നാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര ഇഴയടുപ്പമാണെന്ന് വിചാരിക്കുക. അറ്റാച്ച്ഡ് ടു ഈച്ച് അതർ ഇന്റിമേറ്റ്ലി. അപ്പോൾ ഒരാൾ മരിച്ചു പോയാൽ അതിന്റെ ലോസിന്റെ ഇഫക്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അറ്റാച്ച്മെന്റ്, ലോസ്, ഇത് രണ്ടും കണക്റ്റഡ് ആയി പറയുന്ന ഒരാളാണ് ജോൺ ബോൾബി. അയാളുടെ തിയറിയാണ് ഞാൻ പഠിച്ച് എൻ്റെ റിസർച്ച് എല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഫാമിലിയിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായ ഒരു ഡെപ്ത് അതിലുണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ പഴയതെല്ലാം നല്ലതാണ്, പുതിയതെല്ലാം മോശമാണെന്ന് പറയുന്നതിനേക്കാൾ ഇന്ന് നമുക്ക് ആവശ്യം ഒരു ഇപ്പോ ഈ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ മാത്രമല്ല, ലോകമെമ്പാടുമാണ് മലയാളികളെല്ലാം മൈഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ പഴയ കാലത്തെ പോലെ ഇതൊരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം ആണെന്ന് ഇനിയും പറയാൻ ഒക്കത്തില്ല. ഇതൊരു ന്യൂക്ലിയർ എക്സ്റ്റെൻഡഡ് ഫാമിലി സിസ്റ്റം ആണെന്നാണ് ഇപ്പൊ പറയുന്നത്. അതായത് ഇപ്പൊ ഞാനിവിടെ താമസിച്ചാലും നിങ്ങൾ UK താമസിച്ചാലും നമ്മളിപ്പോൾ കണക്റ്റഡ് ആയി ഈ ഓൺലൈൻ മാധ്യമം വഴി, സൂം വഴി നമ്മൾ കണക്ട് ചെയ്യുന്നത് പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നവരെല്ലാം വെർച്വലി കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ന്യൂക്ലിയർ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് വിളിക്കുന്നത്. സോ നിങ്ങൾ അവിടെ ജീവിക്കുമ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ UK ക്ലൈമറ്റ് ഉപയോഗിക്കുന്നു. പേരൻസ് ആണെങ്കിൽ UK നടക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ന്യൂക്ലിയർ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് നോ ലോങ്ങർ എ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം.
but it is nuclear extended family system, where people living in different parts of the world coming together as one. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരാൾ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു രാജ്യത്ത് ജീവിച്ചാലും മലയാളി കൾച്ചർ അതിങ്ങനെ അവിടെ എല്ലാം കിടക്കും. കാരണം ഇതൊരു എക്സ്റ്റൻഡഡ് ഫാമിലി സിസ്റ്റത്തിൽ കിടക്കുക. അതായത് ശരീരം അവിടെയും മനസ്സ് കേരളത്തിൽ കിടക്കുക. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഫോർവേഡായി ചിന്തിക്കാൻ പറ്റാത്തത്. പല ആളുകൾക്കും ഫോർവേഡായി ചിന്തിക്കാൻ പറ്റാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ ശരീരം മാത്രമേ ഉള്ളൂ UK കിടക്കും, മനസ്സ് കേരളത്തിലാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും കേരളത്തിൽ നടക്കുന്ന ന്യൂസാണ് നിങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ ആ രാജ്യത്തിനോട് അസിമുലേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതായത് ഒരാൾ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, അഡാപ്റ്റബിലിറ്റി. യു മസ്റ്റ് അഡാപ്റ്റ് ടു ദ സിറ്റുവേഷൻ. ഒരു രാജ്യത്തോട് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വാല്യൂസ്, അവിടുത്തെ ട്രഡീഷൻ, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ രാജ്യത്തെ നിയമങ്ങൾ, യു ഹാവ് ടു റെസ്പെക്ട് ദാറ്റ് ആൻഡ് യു നീഡ് ടു അഡാപ്റ്റ് ടു ദ സിറ്റുവേഷൻ. അതായത് അവിടെ ഇരിക്കുമ്പോൾ ഇന്ത്യ മോശമാണെന്ന് പറയാം, ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ അത് നല്ലതെന്ന് പറയാം. അങ്ങനെ ജീവിക്കാൻ ഒരിക്കലും പറ്റും. ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റേസിസം വളരെയധികം കൂടുന്ന സ്ഥലത്ത് ആളുകൾ പൊതുവെ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരോട് മലയാളികളോട് ആളുകൾക്ക് ദേഷ്യം എന്നൊക്കെ ചോദിച്ചാൽ, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചിലപ്പോൾ എല്ലാവരെയും റെസ്പെക്ട് ചെയ്ത് ആകണമെന്നില്ല. നമ്മൾ ഉച്ചയ്ക്ക് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ടിഫിൻ കൊണ്ടുപോകാൻ, ഫുഡ് കൊണ്ടുപോകാൻ കഴിക്കാൻ, നിങ്ങൾ കഴിക്കുന്ന ഫിഷ് ഫ്രൈ ആണ് നിങ്ങൾ കൊണ്ടുവന്നത്, നിങ്ങളുടെ ആ ടിഫിൻ ബോക്സ് തുറക്കുമ്പോൾ തന്നെയുള്ള മസാല സ്മെൽ ആ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളെ റെസ്പെക്ട് ചെയ്യുന്നതിന് ചേരുന്നതല്ല. കാരണം ആ മസാല സ്മെല്ലായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. ദേ ഹേറ്റ് ദറ്റ് സ്മെൽ. നമ്മുടെ ബ്ലഡിനകത്ത് ഈ സ്മെല്ലുണ്ടെന്നാണ്, നമ്മുടെ സ്കിന്നിനകത്ത് ഈ സ്മെല്ലുണ്ട്. അപ്പോൾ അഡാപ്റ്റിംഗ് ടു ദ സിറ്റുവേഷൻ അത് വളരെ പ്രധാനമാണ്. രണ്ട്, അസിമുലേഷൻ. അസിമുലേഷൻ എന്ന് പറഞ്ഞാൽ സ്വാംശീകരിക്കുക എന്നാണ്. അതായത് ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആയിക്കഴിഞ്ഞാൽ അതിനോട് അസിമുലേറ്റ് ചെയ്ത് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും നമുക്ക് യു കാൺ കം ബാക്ക്. യൂറോപ്പിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഇനിയും കുറച്ച് കഴിയുമ്പോൾ സിറ്റിസൺഷിപ്പ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട് ടു കം ബാക്ക്. സോ യു മസ്റ്റ് അസിമുലേറ്റ് ടു ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് യു ആർ. ഒരു പുതിയ പശ്ചാത്തലത്തിൽ ജീവിക്കാനും അതേസമയം തന്നെ നമ്മുടെ ഐഡന്റിറ്റിയെ, നമ്മുടെ റൂട്ടിനെ സൂക്ഷിക്കാനും പറ്റണം. ഇത് രണ്ടും വളരെ പ്രധാനമാണ്. ഏഷ്യൻ മൈഗ്രൻസിനെ വിളിക്കുന്ന പേര്, സോഷ്യൽ തിയറിസ്റ്റ് വിളിക്കുന്ന പേര്, ഏഷ്യൻ മൈഗ്രൻസിനെ, ലോകമെമ്പാടും ജീവിക്കുന്ന ഏഷ്യൻ മൈഗ്രൻസിനെ സോഷ്യൽ തിയറിസ്റ്റ് വിളിക്കുന്ന പേര് കോക്കനട്ട്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ തേങ്ങ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തേങ്ങ. തേങ്ങയുടെ പ്രത്യേകത എന്താണ്? തേങ്ങയുടെ പ്രത്യേകത, ദി ഔട്ടർ ലെയർ ഈസ് ഓൾവേസ് ബ്രൗൺ ആൻഡ് ഇന്നർ ലെയർ ഈസ് ഓൾവേസ് വൈറ്റ്. അതായത് അകം വെള്ളയും പുറത്തെ സ്കിന്ന് ബ്രൗണുമാണ്. അതാണ് ഏഷ്യൻ മൈഗ്രൻസിനെ വിളിക്കുന്നത്. അതിന്റെ കാരണം ഇതാണ്. അതായത് നമ്മൾ നമ്മുടെ രാജ്യം വിട്ട് വേറൊരു രാജ്യത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കുള്ളുകൊണ്ട് നമുക്ക് തോന്നണം നമ്മൾ സായിപ്പായി കഴിഞ്ഞെന്ന് തോന്നാം. അതിനെയാണ് കോക്കനട്ട് ആകുക. എന്നാൽ നമ്മുടെ സ്കിന്ന് ബ്രൗൺ ആണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് സോഷ്യൽ തിയറിസ്റ്റ് പറയുന്നത്, യു അപ്ഹോൾഡ് യുവർ ട്രഡിഷൻ, യു അപ്ഹോൾഡ് യുവർ ഐഡന്റിറ്റി, യു അഫേം യുവർ ഐഡന്റിറ്റി, ഹൂ യു ആർ. അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ നെഗേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി മലയാളി കമ്മ്യൂണിറ്റി ആയിരിക്കും. ബാക്കി എല്ലാ കമ്മ്യൂണിറ്റിയും അവരുടെ റൂട്ടിനെ അഫേം ചെയ്യുന്നവരാണ്, സ്കിന്നിനെ അഫേം ചെയ്യുന്നവരാണ്, ലാംഗ്വേജിനെ അഫേം ചെയ്യുന്നവരാണ്. ഞാൻ ഇതെല്ലാം അതിന്റെ അർത്ഥം, ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ സ്ട്രീറ്റിലൂടെ മുണ്ടെടുത്ത് നടക്കണമെന്നല്ല. അങ്ങനെയല്ല റൂട്ടിനെ അഫേം ചെയ്യുന്നു. അതായത് നിങ്ങൾ ഏറ്റവും എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക്. ദോശയാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. നിങ്ങൾ ദോശ കൊടുക്കുമ്പോൾ പറയരുത് ഇത് ഇന്ത്യൻ ഫുഡാണെന്ന് പറയരുത്. എന്നിട്ട് പറയരുത് എൻ്റെ കുട്ടികൾക്ക് ഇന്ത്യൻ ഫുഡ് ഇഷ്ടമാണ്. ദോശ ഇഷ്ടമല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് ഇഷ്ടമല്ല എന്ന് പറയാൻ പാടില്ല. നമ്മൾ ഫുഡിനെ തന്നെ ഇന്റർപ്രറ്റ് ചെയ്ത് അത് വെസ്റ്റേൺ എന്നും ഈസ്റ്റേൺ എന്നും പറയാൻ പാടില്ല. ഫുഡ് നമുക്ക് ഏതാണോ കൺവീനിയന്റ് അത് കഴിക്കുക എന്നുള്ളതാണ്.
പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് നമ്മുടെ ബ്ലഡ്, നമ്മുടെ റൂട്ട് എന്താണെന്നുള്ള ബോധ്യങ്ങൾ, ആ ബോധ്യത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. അത് ഈ ഒരു ഇന്ത്യൻ ഒറിജിൻ നൽകുന്ന ട്രഡീഷൻ ഉണ്ട്, വാല്യൂസ് ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്കൊരു പെട്ടെന്നൊരു കോണ്ടെക്സ്റ്റിലോട്ട് വളരാനുള്ള നമ്മുടെ കഴിവുണ്ട്, എക്സ്പ്ലോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ വാല്യൂസ് ഓറിയന്റഡ്, കൾച്ചർ ഓറിയന്റഡ്, ഫാമിലി ബോണ്ടിങ്, ഇതാ ഞാൻ ഈ ബ്ലഡ് എന്നൊക്കെ പറയുന്നതല്ല. ഞാൻ ബ്ലഡ് എന്നൊക്കെ പറയുന്നതെല്ലാം മലയാളി ആയതുകൊണ്ട് മുണ്ടുകൊടുക്കണമെന്നോ, മത്തി ഫ്രൈ കഴിക്കണമെന്നോ, പുട്ട് കഴിക്കണമെന്നോ, ഇങ്ങനെയുള്ളതൊന്നും അല്ല എൻ്റെ വിഷയം എന്ന് പറയുന്നത്. അതായത് ഒരു ഇന്ത്യൻ എന്ന് പറയുന്നതിനകത്ത് ഒത്തിരി കൾച്ചറൽ ഓറിയന്റഡ് ആയ വാല്യൂസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഫാമിലി ബോണ്ടിങ് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. ഇപ്പോ 12th കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ നമ്മുടെ വീട് വിട്ടു പോയാൽ ഒരു യൂറോപ്യന്റെ സംസ്കാരത്തിൽ അതൊരു വിഷയമല്ല. കാരണം അവരെ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ നിങ്ങളുടെ രാജ്യത്ത് വരികയാണെന്ന് വിചാരിക്കും, അവിടെ അച്ഛനായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞാൻ ഒരു കോഫിക്ക് വിളിക്കാൻ പോയാൽ, ഒരു കോഫിക്ക് ഇങ്ങനെ ഒരു കോഫി ഷോപ്പിൽ പോയാൽ if I offer a coffee for them, it's an insult for them. അതായത് ഒരു 12th ഒരു 13th ക്ലാസ്സിലോ എല്ലാം പഠിക്കുന്ന കുട്ടികളെ ഒരു കോഫി ഞാൻ ഓഫർ ചെയ്താൽ ഇറ്റ് ഈസ് an insult for them. കാരണം that is not how they are oriented. അതായത് ഞാൻ അവർക്ക് കോഫി വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. They are independent people. ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക, അതായത് ഞാൻ അച്ഛനാണല്ലോ, എൻ്റെ കോഫിയുടെ പൈസ അവരാണല്ലോ കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുക, അതും തെറ്റാണ്. കാരണം അങ്ങനെയല്ല അവർ വളർന്നിരിക്കുന്നത്. സോ ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ്, യു ഹാവ് ടു മീറ്റ് യുവർ എക്സ്പെൻസ് ആൻഡ് ലിവ്. അതാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. യു ഹാവ് ടു ബി സെൽഫ് റിലയൻറ്റ്. അതാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് വരുമ്പോഴുള്ള വിഷയം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്, ബോണ്ടിങ് ഉണ്ട്. ആ ബോണ്ടിങ് ആണ് നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ബോണ്ടിങ്ങിനെ നിലനിർത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എനിക്ക് റൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ മലയാളം വീട്ടിൽ പറയണമെന്നോ മലയാളാക്ഷരം പഠിപ്പിക്കണമെന്ന് പറയുന്നതല്ല. അങ്ങനെ ദാറ്റ് ഈസ് വേർ വി മിസ്അണ്ടർസ്റ്റാൻഡ്. See, if English is an official language there in your country, then whatever we have, the deliberations, the worship services should be in English. അതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാത്ത ഒരു ജനറേഷനെ മലയാളം പഠിപ്പിച്ച് അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലേണ്ട ആവശ്യമില്ല. അവർ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ മതി. പക്ഷെ ആ ബോണ്ടിങ് നിലനിർത്താൻ സാധിക്കുക എന്നുള്ളതാണ്. സോ വെൻ ഐ സേ ലാംഗ്വേജ്, ഇറ്റ് മീൻസ് lot. It is not just the language that we communicate. അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഫാമിലി റൂട്ടഡ് ബോണ്ടിങ് റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നതിനകത്താണ് കാര്യം. അതുകൊണ്ട് നമ്മൾ ഏതൊരു കോണ്ടെക്സ്റ്റിൽ ജീവിച്ചാലും ആ കോണ്ടെക്സ്റ്റിനോട് അസിമുലേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ബോധ്യവും നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ ആവശ്യം. സാധാരണ ഈ വെബ് എന്ന് പറയുന്നതിനെ നിലനിർത്തുന്ന രണ്ട് കാര്യം. ഒന്ന് മ്യൂച്വാലിറ്റി. മ്യൂച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് മ്യൂച്വൽ റിലേഷൻഷിപ്പ്. നമുക്കറിയാം ഇപ്പം ഈ ധാരാളം ഡിവോഴ്സസ് കൂടും. ആ ഡിവോഴ്സസ് കൂടുന്നതിൻ്റെ ഒരു പ്രത്യേകിച്ച് മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെയിലും യങ്സ്റ്റേഴ്സിനിടയിലും ഇപ്പോൾ അൺമാരിഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതൊരു റിയാലിറ്റിയാണ്. രണ്ട്, ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ഡിവോഴ്സ് കൂടും. അതിൽ പല റീസൺസ് ഉണ്ട്. അത് യു കാൻ ഹാവ് എ സിമ്പിൾ സൊല്യൂഷൻ ഫോർ എവറി പ്രോബ്ലം ദാറ്റ് പീപ്പിൾ ആർ ബീങ് ഫേസിങ്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ഒരു പെൺകുട്ടി കാനഡയിലേക്ക് പോയി വിചാരിക്കും. അവൾ കാനഡയിൽ ചെന്ന് കഴിയുമ്പോൾ ഷീ വിൽ ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ് വിതിൻ 2 minutes. ഒരു 2 ബ്രെഡ് എടുത്തു, ടോസ്റ്റ് ചെയ്തു. സോ ഷീൽ ഫിനിഷ് എ ബ്രേക്ക്ഫാസ്റ്റ് വിതിൻ 2 minutes. അത് കഴിഞ്ഞ് അയാൾ ഉച്ചയ്ക്ക് അവിടെ പോകുമ്പോൾ ഷീ വിൽ ഹാവ് എ കോഫി ഓർ ടീ. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ദി ലഞ്ച്. അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് കഴിച്ചത്. ഷീ ഈസ് വെരി ഹംഗ്രി. ഒരു സാൻഡ്വിച്ച് കഴിച്ചത്.
വൈകിട്ട് തിരിച്ചു വരുന്ന വഴി അവൾ എവിടെയെങ്കിലും കയറി ഒരു ബർഗർ കഴിക്കും, നല്ലൊരു സാൻഡ്വിച്ച് കഴിക്കും. സോ അവളുടെ ഒരു ദിവസത്തെ ഫുഡ് തീർന്നു കഴിഞ്ഞു. ആൻഡ് വൺസ് ഇൻ എ വീക്ക് ഷീൽ ഹാവ് എ മീൽ, അത്രേ ഉള്ളൂ. ആൻഡ് ഷീസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് ദാറ്റ്. അത് ആഴ്ച ഒരിക്കലും ഞായറാഴ്ച വല്ലതും ഇച്ചിരി ചോറ് വെച്ചത്, ഒരു മോര് കാച്ചതോ ഫിഷോ എന്തെങ്കിലും ഉണ്ടാക്കിയത്. സോ ഷീ ഈസ് ഹാവിങ് എൻ ഇൻഡിപെൻഡന്റ് ലൈഫ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കും. കല്യാണം കഴിപ്പിക്കുന്ന ആരെയാണ്? പയ്യനാണ്. അവൻ നൊസ്റ്റാൾജിക്കാണ്. അവന് രാവിലെ ദോശയും സാമ്പാറും വേണം, ഇഡ്ഡലി സാമ്പാർ വേണം. അവന് വീട്ടിൽ എന്താണോ കഴിച്ചത് അത് തന്നെ കഴിക്കണം. ഉച്ചയ്ക്ക് അവന് ഫുഡ് കൊണ്ടുപോകണം. ഡിന്നർ അവന് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാം അവിടെ ഇന്ത്യൻ ഷോപ്സ് ഒക്കെ ഉള്ളതുകൊണ്ട്, ഇന്ത്യൻ പ്രൊവിഷണൽ ഷോപ്സ് ഉള്ളതുകൊണ്ട് അവിടുന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം പുഴുക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ പുഴുക്ക് ഉൾപ്പെടെ കഴിക്കണം. പുഴുക്കെന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, കഴിക്കണം. അപ്പോ വളരെ ഇൻഡിപെൻഡന്റ് ആയി ജീവിച്ച പെൺകുട്ടിയെ വീട്ടിൽ ഒരു ജോലിയും ചെയ്തിട്ടില്ലാത്തവനും ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്തിട്ടില്ലാത്തവനും അവൻ കഴിക്കുന്ന പാത്രം പോലും കഴുകിയിട്ടില്ലാത്ത ഒരുത്തനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. അവൾ എങ്ങനെ ഇനി ജീവിക്കും? അവിടെയാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ സംവിധായകൻ അയാളുടെ ഇന്റർവ്യൂവിൽ പറയുന്നൊരു കാര്യം, അതായത് അയാളോട് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ഒരു അഗ്രഗേറിയൻ കോണ്ടെക്സ്റ്റിലുള്ളതല്ലേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, സാമ്പാർ ഉണ്ടാക്കുന്നു, അതെല്ലാം കഴിയുമ്പോൾ ഉച്ചക്കത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കുന്നു, ചക്ക വെട്ടുന്നു. ഇതെല്ലാം ഒരു അഗ്രഗേറിയൻ കോണ്ടെക്സ്റ്റിലുള്ള കാര്യം. ഇതൊക്കെ ലോകത്തിൽ ജീവിക്കുന്ന ഏത് മലയാളിക്കാണ് ഇതിനകത്തൊരു റെലവൻസ്? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒരു അഗ്രഗേറിയൻ കോണ്ടെക്സ്റ്റിൽ കാണിച്ചൊരു കാര്യമാണെങ്കിൽ പോലും ലോകത്തിലെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന മലയാളി ഇത് തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അയാൾ അതിനകത്ത് സീൻ പറയുന്നുണ്ട്. അതായത് ഇവർ ചക്ക വെട്ടിക്കൊണ്ടിരിക്കും, നാട്ടിലെ ആളുകൾ ചക്ക വെട്ടിക്കൊണ്ടിരിക്കും. അവരുടെ മോൾ വിദേശത്തുനിന്ന് വിളിക്കുക. വിളിക്കുന്ന സമയത്ത് അവൾ 2 ബ്രെഡ് എടുത്തു, ടോസ്റ്റ് ചെയ്തു, അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. അന്നേരം നാട്ടിൽ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ആ പാത്രങ്ങളെല്ലാം കഴുകി ലഞ്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ലഞ്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഡിന്നറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, മലയാളികൾ എവിടെ ജീവിച്ചാലും ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഹാവ് ഫുഡ് ദാറ്റ് ഈസ് കൺവീനിയന്റ് ഫോർ യു, മലയാളി ഫുഡ് അല്ല, ഇന്ത്യൻ ഫുഡ് അല്ല, വെസ്റ്റേൺ ഫുഡ് അല്ല, ഫുഡ് ദാറ്റ് ഈസ് കൺവീനിയന്റ് ഫോർ യു. നമുക്ക് നമ്മുടെ ജോലിയും നമ്മുടെ സാഹചര്യം അനുസരിച്ച് സ്വീകരിക്കാൻ പറ്റുന്ന ഭക്ഷണം, ഫുഡ് ദാറ്റ് ഈസ് കൺവീനിയന്റ്, അത് ചൂസ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് ടു ഹാവ് ഫുഡ് ദാറ്റ് ഈസ് നൊസ്റ്റാൾജിക് ഫോർ യു, ബെറ്റർ യു കുക്ക് ടുഗെദർ. ഇതാണ് അയാൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു നല്ല മീൽസ് കഴിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുക, ഒരുമിച്ച് കുക്ക് ചെയ്യുക. മനസ്സിലായോ? അപ്പോ എന്തുകൊണ്ടാണ് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഇത് വർദ്ധിക്കുന്നത് ചോദിച്ചാൽ, ഡിവോഴ്സസ് വർദ്ധിക്കുന്നത് ചോദിച്ചാൽ, ഒരാളുടെ ഇൻഡിപെൻഡൻസിനെ, അവൾ കല്യാണം കഴിക്കുന്ന അന്ന് മുതൽ അവളുടെ ഇൻഡിപെൻഡൻസ് അവസാനിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ മൈഗ്രേറ്റ് ചെയ്ത ആളുകൾ, വർഷങ്ങൾക്ക് മുമ്പ് മൈഗ്രേറ്റ് ചെയ്ത ആളുകൾ എന്ന് വിചാരിക്കുക, ആ ആളുകൾ എന്താ നാട്ടിൽ വരാത്ത? അവിടുത്തെ സ്ത്രീകൾ എന്താ നാട്ടിൽ വരാത്ത? വരാത്തിന് പല റീസൺസ് ഉണ്ട്. ഒരു സിറ്റിസൺ ആയി അതൊന്നും. ഇനി അവർക്കൊരു ഓപ്ഷൻ കൊടുക്കുക, നിങ്ങൾ നാട്ടിൽ വരുവാന്ന് ചോദിച്ചാൽ അത് വരാത്തതിന്റെ റീസൺ. അതായത് ഒരു സ്ത്രീ 40 വർഷം മുമ്പ് ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഒരു സാധാരണ ട്രഡീഷണൽ ഫാമിലിയിൽ വളർത്തപ്പെട്ട ഒരു സ്ത്രീയാണ്. ആ രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ ഷീ ബിക്കംസ് വെരി ഇൻഡിപെൻഡന്റ്. ഡ്രൈവ് ചെയ്യാൻ തുടങ്ങും, ജോലി ചെയ്യാൻ തുടങ്ങും, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയി. അപ്പോൾ അവളുടെ വാക്കുകൾക്ക്, അവളുടെ ഡിസിഷൻസിനെല്ലാം വിലയുണ്ടാകും. അപ്പോൾ അവൾ ഷീ ബിക്കംസ് സെൽഫ് റിലയന്റ്. ജോലിയുണ്ട്, ശമ്പളമുണ്ട്, ഒരു വീടിന്റെ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് അവൾക്ക് വോയിസ് ഉണ്ട്. മനസ്സിലായോ? എന്നാൽ എന്നവൾ നാട്ടിൽ വരുന്നു, അന്ന് അവൾ വീണ്ടും ബീഫ് ഫ്രൈയും ഫിഷ് കറിയും ഉണ്ടാക്കുന്നവളായിട്ട് മാറും. കാരണം നമ്മൾ ഈ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രഡീഷണൽ ആയി കഴിയും. അതുകൊണ്ടാണ് തിരിച്ചു വരാത്തത്. ഈ ഹൈറാർക്കിയിലൂടെ തന്നെ തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ഈ ഡോമിനൻസ്, റോൾ, ഇതിനെല്ലാം റീഡിഫൈൻ ചെയ്യേണ്ടത് ആവശ്യം. അതുകൊണ്ടാണ് ഇനിയുള്ള കാലങ്ങളിൽ ഒരു ജനറേഷനെ വളർത്തുമ്പോൾ അവരെ
ഇൻഡിപെൻഡൻസ് പഠിപ്പിക്കുകയും അതേസമയം തന്നെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യാനും ഒരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് നിലനിൽക്കാനും ഒക്കെ സാധിക്കുക, അങ്ങനെ വളർത്തിയെടുക്കുക എന്നൊക്കെ വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഈ മ്യൂച്വാലിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അത് ഇറ്റ് ഈസ് ഓൾവേസ് മ്യൂച്വൽ. ഒരു സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എന്താണ്, അമ്മ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിന്റെ ആ കണ്ട കൾച്ചറാണ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും. ഞാൻ 3rd ജനറേഷൻ ഒരാളോട് സംസാരിക്കുന്ന കൗൺസിലിംഗിൽ സംസാരിക്കുമ്പോഴാണ്, യങ് കപ്പിളാണ്, 3rd ജനറേഷനാണ്. ഫസ്റ്റ് ജനറേഷൻ മൈഗ്രേഷൻ അല്ല, 2nd ജനറേഷൻ മൈഗ്രന്റ് അല്ല, 3rd ജനറേഷനാണ്. 3ാമത്തെ തലമുറയിൽപ്പെട്ടവനാണ്. അവന് എന്നോട് പറയാണ്, ഷീ ഈസ് നോട്ട് സർവീസ് മൈൻഡഡ്. ഇതാണ് അവന്റെ ഭാര്യയെ കുറിച്ചുള്ള കംപ്ലൈന്റ്. ഞാൻ ചോദിച്ചു, നീ എന്ത്, വാട്ട് യു മീൻ ബൈ സർവീസ് മൈൻഡ്? എനിക്ക് അവളെ സെർവ് ചെയ്തിട്ട് മാറി നിൽക്കുന്നില്ല. അവൾ 3rd ജനറേഷൻ യൂറോപ്പിൽ മൈഗ്രേറ്റ് ചെയ്തൊരു ഫാമിലിയെ കൗൺസിൽ ചെയ്തതിന്റെ കാര്യം പറയും. അതായത് അവൻ ഉദ്ദേശിച്ചത് അവന്റെ അമ്മ അവന്റെ ഫാദറിന് ഫുഡ് വിളമ്പിയിട്ട് മാറി നിൽക്കും. അത് തന്നെയാണ് അവൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, 3ാമത്തെ ജനറേഷൻ ആയപ്പോഴും ഈ ബ്ലഡിനകത്ത് കിടക്കുന്ന ഹൈറാർക്കിയെ കുറിച്ചാണ്. നിനക്ക് തന്നെ അങ്ങോട്ട് പിന്നെ വൈ ഡോണ്ട് യു സെർവ് യുവർ സെൽഫ് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. വൈ ഡോണ്ട് യു സെർവ് യുവർ സെൽഫ്? വൈ ഡു യു വാണ്ട് ടു വെയിറ്റ് ഫോർ ദാറ്റ്? വൈ ഡു യു വെയിറ്റ് ഫോർ യുവർ വൈഫ് ടു സെർവ് ഫുഡ്? വൈ ഡോണ്ട് യു സെർവ് യുവർ സെൽഫ്? നിനക്ക് ഫുഡ് എടുത്ത് കഴിച്ചാൽ ഒക്കത്തില്ലേ? നോ, ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ സർവീസ് മൈൻഡഡ്. അപ്പൊ ഭർത്താവ് എന്ന് പറയുന്ന ആൾക്ക് വളരെ പവർ ഉണ്ടെന്നും ഭാര്യ എപ്പോഴും ഇങ്ങനെ ഈ പവറിനെ ഹോൾഡ് ചെയ്യുന്ന ഒരാളായിട്ടും വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇതെപ്പോഴും മ്യൂച്വലാണ്. ഇറ്റ് ഈസ് ഓൾവേസ് മ്യൂച്വൽ. സ്നേഹം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ലവ്. യു ഹാവ് ടു ലവ് ഈച്ച് അതർ. ഫൊർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ആണ്. യു ഹാവ് ടു ഫൊർഗിവ് ഈച്ച് അതർ. എല്ലാം മ്യൂച്വൽ ആണ്. 2, അപ്പോൾ മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് മാത്രം വരുന്നതല്ല, മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. 2ാമത്തേന്ന് പറയുന്നത് കോംപ്ലിമെന്റാലിറ്റിയാണ്. കോംപ്ലിമെന്റാരിറ്റി എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റിങ് ഈച്ച് അതർ. ഒരാൾക്ക് ഒരു വീഴ്ച ഉണ്ടായാൽ, ഒരാൾക്ക് ഒരു പരിമിതി ഉണ്ടെങ്കിൽ ആ പരിമിതിയെ മനസ്സിലാക്കിയിട്ട് കോംപ്ലിമെന്റിങ് ഈച്ച് അതർ. ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അയാൾ അതിന്റെ സാധ്യതകൾ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്നവരുടെ ഒരു പ്രത്യേകത, ഇറ്റ്സ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് ധാരാളമാണ്. ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും. യു ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ജോബ്സ്. ഒരു ഫുൾ ടൈം ജോബ് മാത്രമല്ല, ഒരു പാർട്ട് ടൈം ജോബ്, 2 പാർട്ട് ടൈം ജോബ്. ദാറ്റ് ഈസ് ഹൗ പീപ്പിൾ സർവൈവ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അപ്പോൾ അങ്ങനെ ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. ആ പോസിബിലിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യുവാനും ഒരാളുടെ ഒരു ലിമിറ്റേഷനിൽ കോംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കുക, അത് ഫാമിലി സിസ്റ്റത്തിൽ വളരെ പ്രധാനമാണ്. കോംപ്ലിമെന്റാരിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരാളുടെ പരാജയത്തിൽ കോംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും, ഒരാളുടെ കുറവിൽ കോംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും, ഒരാളുടെ ലിമിറ്റേഷൻസിൽ കോംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ഫാമിലി സിസ്റ്റം പഠിക്കുന്നവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. വൈ ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ യുവർ ഫിംഗേഴ്സ് എന്ന് ചോദിച്ചാൽ, someone has to fill it എന്നാണ്. someone has to fill it, and family is where you fill the gap. ഒരാൾക്ക് നന്നായിട്ട് ഇടപെടാൻ അറിയത്തില്ല, അയാളുടെ ഭർത്താവ് നന്നായിട്ട് ഇടപെടാൻ അറിയാം, അവിടെയാണ് അയാൾ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ അയാളുടെ ഭർത്താവ് നന്നായി ഇടപെടുന്ന ആളായിരിക്കും, ഭാര്യ നന്നായി ഇടപെടുന്ന ആളായിരിക്കും. അത് വൈഫ് ഹാസ് ടു ഫിൽ ദ ഗ്യാപ്പ്. അപ്പോൾ ഇത് എപ്പോഴും കോംപ്ലിമെന്റ് ചെയ്യുന്ന, അതാണ് നമ്മുടെ കൾച്ചറൽ റൂട്ടഡ് ആയി കിടക്കുന്നതിന്റെ ഒരു ഗുണം. അതാണ് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒന്നാണ് ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഹൈറാർക്കിയേക്കാൾ അപ്പുറമാണ് കോംപ്ലിമെന്റാരിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, യുവർ പാർട്ട്ണർ ഈസ് എ ക്രൗൺ, യുവർ പാർട്ട്ണർ ഇസ് നോട്ട് യുവർ ജുവൽ ബട്ട് ക്രൗൺ എന്നാണ്. അതായത് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ആഭരണമല്ല. മൈ വൈഫ് ഇസ് നോട്ട് എ ജുവൽ ബട്ട് മൈ വൈഫ് ഇസ് എ ക്രൗൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രൗൺ ആയി തീരുക. എല്ലാവർക്കും ക്രൗൺ ആയി തീരാനുള്ള സാധ്യതയുണ്ട്. ഒരാൾ നഴ്സിംഗ് പഠിച്ചാൽ യു ക്യാൻ ഹാവ് ഹയർ എഡ്യൂക്കേഷൻ ദെയർ ഇൻ യുവർ കൺട്രി. ഫൈൻഡ് യുവർ ക്രൗൺ. എവിടെ വരെ റീച്ച് ചെയ്യാമോ അത്രയും റീച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് സഹായിക്കുന്ന പാർട്ട്ണറാണ്. മനസ്സിലായോ?
you don't make other as your ornament or your jewel, but make them as crown എന്നാണ്. അപ്പോൾ എൻ്റെ ഭാര്യയുടെ എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ടോ, എൻ്റെ ഭർത്താവിൻ്റെ എന്തെല്ലാം പോസിബിലിറ്റി, ആ പോസിബിലിറ്റീസിനെ കണ്ടെത്താൻ സാധിക്കും. അതാണ് ക്രൗണിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ ഷാഡോയിൽ നിന്നാൽ മതി എന്ന് വിചാരിക്കുന്നതാണ് ജുവലാകുക എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഞാൻ നന്നായി വളർന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാകാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അതായത് എറണാകുളത്ത് ജീവിച്ച ഒരു ഫാമിലിയെ കുറിച്ചാണ്. ആ ഭാര്യയുടെ അവരുടെ ഒരു ഹോബി എന്ന് പറയുന്നത് ചെസ് കളിക്കുകയാണ്. അപ്പൊ അവര് ഭർത്താവ് അറിയാതെ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ക്ലബിൽ പോയി ചെസ് കളിക്കും. അത് അവരുടെ ഒരു ഹോബിയാണ്. ഭർത്താവിന് അത് ഇഷ്ടമില്ല. കാരണം ഭർത്താവിന് ഇഷ്ടം എന്ന് പറയുന്നത് ജോലി കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ വന്ന് മുഴുവൻ കാര്യങ്ങൾ ചെയ്യുക, ഉച്ചയ്ക്ക് അയാൾ കഴിച്ച പാത്രം ഉൾപ്പെടെ ക്ലീൻ ചെയ്യുക, വീട് മുഴുവൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുക. ആ സ്ത്രീ അവരുടെ ഒരു ഹോബി അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നത് മറച്ചു വെച്ച് ജീവിച്ചു. ഒരു ഘട്ടത്തിൽ അവർ ഡിസ്ട്രിക്റ്റിൽ ചെസ് കളിക്കുകയാണ്. അപ്പോൾ അവർ അതിൽ വിന്നറായി. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേറ്റിലോട്ട് പോകണം. അപ്പൊ സ്റ്റേറ്റിലോട്ട് പോകണമെങ്കിൽ വീട്ടറിയും. ഡിസ്ട്രിക്റ്റിൽ കയറിയപ്പോൾ തന്നെ വീട്ടറിയാൻ തുടങ്ങി. പക്ഷെ ഇത് സ്റ്റേറ്റിലോട്ടൊക്കെ പോകുന്നത് കൊണ്ട് ഭർത്താവിന് ഇച്ചിരി പൊങ്ങച്ചം കിട്ടുന്ന കാര്യമാണല്ലോ. അപ്പൊ അത് അയാൾ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അയാളാണ് കൂടെ പോകുന്നത്. അപ്പൊ സ്റ്റേറ്റില് ഈ സ്ത്രീ വിന്നറായി. അത് കഴിഞ്ഞ് നാഷണൽ ലെവലിൽ പോവാണ്. നാഷണൽ ലെവലിൽ പോകുമ്പോൾ അവർക്ക് 4th പ്ലേസ് കിട്ടി. അപ്പൊ ഈ പ്രോസസ്സിലൂടെ ഒക്കെ പോകുമ്പോൾ ഈ സ്ത്രീ അവരോട് തന്നെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആം ഐ യൂസിങ് മൈ മാക്സിമം പൊട്ടൻഷ്യൽ? അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരൊരു ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. അവർക്ക് പ്രൊമോഷൻസ് പലപ്പോഴും വന്നപ്പോൾ പോലും ആ പ്രൊമോഷൻസ് അവർ വേണ്ടാന്ന് വെച്ചു. എന്നാൽ അവരുടെ ഹസ്ബൻഡ് ആ പ്രൊമോഷൻ വേണ്ടാന്ന് വെക്കുന്നില്ല. അതാണ് ഇതാണ് നമ്മുടെ ഒരു കൾച്ചറിനകത്ത് നടക്കുന്ന ഹൈറാർക്കി എന്ന് പറയുന്നത്. കാരണം ഹസ്ബൻഡ് എന്താ വേണ്ടാന്ന് വെക്കാത്തെ? ഹസ്ബൻഡ് പറയുന്നത് ഞാനാണല്ലോ ഇവിടുത്തെ ഏറ്റവും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടി ഞാൻ പോയാലും യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ചിൽഡ്രൻ. കുട്ടികളെ നീ നോക്കിക്കോണം എന്നാണ്. അപ്പൊ ഈ കുട്ടികളുടെ പേരിലും ഫാമിലിയുടെ പേരിലും ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന എല്ലാ പ്രൊമോഷൻസും വേണ്ടാന്ന് വെച്ചു. അങ്ങനെ വേണ്ടാന്ന് വെച്ചതിന്റെ പേരിൽ അവർക്ക് അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റാതായി. അപ്പൊ ഈ ചെസ്സിലൂടെ പോയപ്പോൾ അവർ തിരിച്ചറിയാണ്, വൈ ഡോണ്ട് ഐ യൂസ് മൈ പൊട്ടൻഷ്യൽ? അപ്പൊ അവര് പറയും, ഇനി ഞാനൊരു പ്രൊമോഷൻ വന്ന് ഞാൻ കുഞ്ഞുങ്ങളെല്ലാം വളർന്നില്ല, ഇനി അവർ തന്നെ ജീവിക്കട്ടെ. അങ്ങനെ അവർക്ക് പ്രൊമോഷൻ കിട്ടി. കോയമ്പത്തൂർ ഒരു ജോലി ചെയ്യാൻ. കോയമ്പത്തൂർ ജോലി ചെയ്യാൻ പോയപ്പോൾ നമുക്കറിയാം സാധാരണ മലയാളി ഫാമിലിയിലൊക്കെ സംഭവിക്കുന്നതിനാണ്. അയാൾക്ക് കുക്കിംഗ് അറിയത്തില്ല, 2 ആൺപിള്ളേരുണ്ട്, അവന്മാർ കുക്കിംഗ് അറിയത്തില്ല. ഇവര് സ്വിഗ്ഗി വഴി ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നു. ഇവർ അവധിക്ക് വരുമ്പോഴെല്ലാം ഈ വീട് ഒരു മെസ്സാണ്, കംപ്ലീറ്റ് മെസ്സാണ്. അത് കഴിഞ്ഞ് അവരൊരു പുസ്തകം എഴുതി. അത് അവരുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരുന്നു, ഒരു പുസ്തകം എഴുതുന്നത്. പുസ്തകം എഴുതിയ ഒരു റൈറ്ററായി, വളരെ പോപ്പുലർ റൈറ്ററായിരുന്നു. അപ്പോഴല്ല അവരെ ഈ ഹോണ്ട് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് വീട് തകർന്നു പോയി. അവർ ജോലി റിസൈൻ ചെയ്തിട്ട് തിരിച്ച് എറണാകുളത്ത് വന്നതാണ് എൻ്റെ കഥ അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലീഡർഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ഫാമിലി സിസ്റ്റത്തിൽ ഒരു കൊളാബറേറ്റീവ് ലീഡർഷിപ്പേ നടക്കും. ആരെങ്കിലും ഒരാളെ സാക്രിഫൈസ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഇത് വളരത്തില്ല. കാരണം അങ്ങനെ അത്ര ഡീപ്ലി കൾച്ചറലി റൂട്ടഡ് ആണ് നമ്മുടെ ഫാമിലി സിസ്റ്റം. ഈ രണ്ടുപേരും ക്രൗൺസ് ആയി മാറുന്നത് നമുക്ക് പറ്റുന്നില്ല. അത് ഭാര്യ ജോലി ചെയ്യുന്ന നല്ല സാലറി ഉണ്ടെങ്കിൽ പോലും ഭർത്താവ് ഏതെങ്കിലും തട്ടിമുട്ടി ജോലിക്കകത്ത് നിന്ന് ഈ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്തു പോകുന്ന പരിപാടിയാണ് നമ്മുടെ പരിപാടി. രണ്ടുപേരും ക്രൗൺസ് ആയി തീരുന്നിടത്താണ് ഈ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നഴ്സസ് ആയിട്ടുള്ളവരുടെ ഭർത്താക്കന്മാർ അവരൊരു ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് കിട്ടുന്ന ഒരു ജോലി ചെയ്ത് തൽക്കാലം സർവൈവ് ചെയ്യാൻ മാത്രമേ അവർ നോക്കൂ. എന്നാൽ എന്നാണോ അവരൊരു ക്രൗണായി മാറുന്നത്, ആ ക്രൗണായി മാറണമെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്യണം, അവിടുത്തെ സാഹചര്യം അനുസരിച്ച് പഠിക്കാൻ പറ്റുന്നത് പഠിക്കണം, അപ്സ്കിൽ ചെയ്യണം, പുതിയ കോഴ്സസ് ചെയ്യണം, സർട്ടിഫിക്കറ്റ് കോഴ്സസ് ചെയ്യണം. അപ്പൊ രണ്ടുപേരും ക്രൗൺ ആകുന്നിടത്താണ് ഒരു കംപ്ലീറ്റ് ഫാമിലി സിസ്റ്റം കോംപ്ലിമെന്റ് ചെയ്യുന്ന, പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഫാമിലി സിസ്റ്റത്തിലോട്ട് വരാൻ സാധിക്കും. അതുകൊണ്ടൊരു സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺ ആയി മാറുക, യൂസിങ് മാക്സിമം പൊട്ടൻഷ്യൽസ്, യൂസിങ് മാക്സിമം പോസിബിലിറ്റീസ് ടു എക്സ്പ്ലോർ ദ വേൾഡ്, അവിടെയാണ് ഒരു ഫാമിലി നിലനിൽക്കുവാനായിട്ട് സാധിക്കും. അപ്പോ
ഞാൻ എൻ്റെ പാർട്ട്ണറെ എത്രത്തോളം പഠിപ്പിക്കാമോ അത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുക, ഞാൻ എൻ്റെ പാർട്ട്ണറെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാമോ അത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക, അതേസമയം തന്നെ എനിക്ക് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുക. ഇത് രണ്ടും ചെയ്യുമ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അതിനെ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് പോകാതിരിക്കുക. ഇത് അത്ര ഈസി അല്ല, ഞാൻ ഈ പറയുന്നത് അത്ര ഈസി അല്ല. എന്നാൽ നമ്മൾ ഒരു സ്റ്റേജിൽ നമ്മൾ അങ്ങനെ ബിൽഡ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഒരു സിസ്റ്റത്തിൽ, ഫാമിലി എന്ന സിസ്റ്റത്തിൽ ഈ നെറ്റ് അവിടെ ഇവിടെ കട്ടാകാനുള്ള സാധ്യത. കാരണം ഇന്നത്തെ കാലത്ത് മനുഷ്യന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യന് സർവൈവ് ചെയ്യണമെങ്കിൽ ഒരു ട്രേഡിൽ അയാൾക്ക് ജോലിയില്ല വന്നാൽ മറ്റൊരു ട്രേഡ് അയാൾക്ക് ഉണ്ടായിരിക്കണം. ഞാൻ ഒരു കമ്പനിക്ക് ഒരിക്കൽ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോയത് കുറച്ചാൾ മുമ്പാണ്. ഈ കുറെ റിസർച്ച് ചെയ്തപ്പോൾ ധാരാളം ആളുകൾ ഈ മൾട്ടിപ്പിൾ ജോബ്സ് ചെയ്യുന്നതിനെ കുറിച്ച് വായിച്ചു. മൾട്ടിപ്പിൾ അതിന്റെ ടെക് ടോക്സുകൾ, യൂട്യൂബ് വീഡിയോസ് എല്ലാം. മൾട്ടിപ്പിൾ ജോബ്സ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? അതായത് ഒരു ഏരിയയിൽ നമുക്ക് ജോലി നഷ്ടപ്പെട്ടാൽ വേറൊരു ഏരിയയിൽ ജോലി കിട്ടണം, അതിനുവേണ്ടിയാണ്. അങ്ങനെ ധാരാളം ആളുകൾ സർവൈവ് ചെയ്യുന്നു. ഒരു പെർമനന്റ് ജോബ് കാണും, പിന്നെ ഈ മോർഗേജസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി അവർ പാർട്ട് ടൈം ജോബ് എടുക്കും, 2 പാർട്ട് ടൈം ജോബ്. അങ്ങനെ സർവൈവ് ചെയ്യുന്ന ധാരാളം നമ്മുടെ ലോകത്തൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഫാമിലിയെ കുറിച്ച് എപ്പോഴും പറയുന്നത്, ഫാമിലി, നമ്മളുടെ ഒരു ഫാമിലി സിസ്റ്റത്തിൽ ഇതൊരു കവനന്റൽ റിലേഷൻഷിപ്പാണ്. അത് വെബ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ബോണ്ട് നിലനിൽക്കുന്ന ഒരു കവനന്റിനകത്താണ്. അതാണ് മാരേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നിപ്പോ ഇത് കല്യാണങ്ങളൊക്കെ ഒരു ഡെസ്റ്റിനേഷൻ മാരേജസ് ഒക്കെയാണ്. എവിടെയെങ്കിലും ഒക്കെ കടലിനകത്ത് പോയി കല്യാണം നടത്താൻ പറ്റിയ അവിടെ പോയി കല്യാണം നടത്തുക. അങ്ങനെ അച്ഛൻ അവിടെ വന്ന് നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ, ആ സാക്രമെന്റ് നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കവനന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഉടമ്പടി ബന്ധമാണ്. ആ ഉടമ്പടി ബന്ധത്തിന് പറയുന്ന മാതൃക യേശു കർത്താവ് എന്ന മണവാളനും ക്രിസ്തു എന്ന കർത്താവ് എന്ന മണവാളനും സഭ എന്ന മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തിനകത്താണ്. അതുകൊണ്ടാണ് ദി എൻറ്റയർ മാരേജ് ലിറ്റർജി ഇസ് കൺവേയിങ് ദിസ് ബോണ്ടിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ദ ബ്രൈഡ്ഗ്രൂം ആൻഡ് ചർച്ച് ദ ബ്രൈഡ്. യേശു കർത്താവ് എന്ന മണവാളനും സഭ എന്ന മണവാട്ടിയും തമ്മിലുള്ള, അതുകൊണ്ടാണ് the prayers that we have in this marriage liturgy and the songs that we have in the marriage liturgy convey this, praise the relationship between the church and Christ. അപ്പം പറയുന്നത് എന്താണ്? There is only one perfect model for every family relationship, is the relationship between Christ and church. ഒരിക്കലും നമ്മൾ പറയുന്നില്ല നിങ്ങൾ അവരെ നോക്കി പഠിക്കുക, ഇവരെ നോക്കി പഠിക്കുക, ആ കൾച്ചറെ നോക്കി പഠിക്കുക, ഈ കൾച്ചർ ഒന്നും നമ്മൾ പറയുന്നേ ഇല്ല. നമ്മൾ പറയുന്നത് as Christ sacrificed himself for the church, husband and wife should sacrifice each other. അതാണ് മാതൃക. അത് യേശു കർത്താവ് സഭയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായതുപോലെ, ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായതുപോലെ, അതാണ് സാക്രിഫൈസിന്റെ ഏറ്റവും അങ്ങേയറ്റത്തിൽ നിൽക്കുന്നതാണ്. So you have to go to that kind of an extent and sacrifice yourself. മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകുന്ന ഫാമിലി റിലേഷൻഷിപ്പ്. So as Jesus sacrificed himself for the church, husband and wife should sacrifice each other. Should each sacrifice each other. ഞാൻ പറയുന്നതിനകത്തല്ല അതുണ്ട്, പരസ്പരമാണ്. ഇതില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്യും, ഒരാൾ മാത്രം ചെയ്യേണ്ട കാര്യമില്ല. 2, അപ്പൊ ചർച്ചിന്റെ സൈഡ് എങ്ങനെ ആയിരിക്കണം? ദ ചർച്ച് ഈസ് ഓൾവേസ് ഫെയ്ത്ത്ഫുൾ ടു ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിനോട് വിശ്വസ്തരായിരിക്കുക, അതാണ് സഭ. അപ്പൊ ഫെയ്ത്ത്ഫുൾനെസ്, സാക്രിഫൈസ്, ഇത് രണ്ടും ഫാമിലി പ്രധാനമാണ്. ഈ ഫാമിലി റിലേഷൻഷിപ്പിൽ അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ് വരുന്നത്? ഫെയ്ത്ത്ഫുൾ ആകുന്നിടത്താണ്. മനസ്സിലായോ? ഫെയ്ത്ത്ഫുൾ ഇൻ യൂസിങ് യുവർ മീഡിയ, ഫെയ്ത്ത്ഫുൾ ഇൻ യൂസിങ് യുവർ സോഷ്യൽ മീഡിയ, ഫെയ്ത്ത്ഫുൾ ഇൻ യുവർ പ്രൈവറ്റ് ലൈഫ് വേർ ദേഴ്സ് നോബഡി. അപ്പൊ അവിടെ എല്ലാം ഫെയ്ത്ത്ഫുൾനെസ് ഉണ്ടാകേണ്ടത് ആവശ്യം. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും നല്ല മാതൃകയായിട്ട് നമ്മുടെ ഈ മാരേജ് ലിറ്റർജി പറയുന്നത്, യേശു കർത്താവ് സ്നേഹിച്ചതുപോലെ നമുക്കറിയാം. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വേദഭാഗം, സ്ലീഹായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വേദഭാഗം എഫേസ്യർ ലേഖനമാണ്. അവിടെ പുരുഷൻ ഭാര്യ ഭർത്താവിന് കീഴടങ്ങണം എന്ന് പറയുന്നത്. വൈഫ്സ് സബ്മിറ്റ് യുവർസെൽവ്സ് ടു ദ ഹസ്ബൻഡ്സ് എന്നാണ്. ഇതെല്ലാ ഭർത്താക്കന്മാർക്കും, ഭർത്താക്കന്മാരായ എല്ലാ ഭർത്താക്കന്മാർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്.
കാരണം ഇത് കീഴടങ്ങിയിരിക്കണം എന്ന് പറയുന്നത് വലിയ ഇഷ്ടമാണ്. സത്യത്തിൽ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ നോക്കിയാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ബേസ്ഡ് ഓൺ ദി അൺകണ്ടീഷണൽ ലവ് എന്നാണ്. മനസ്സിലായോ? അതായത് നിബന്ധനകൾ കൂടാതെയുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കീഴടങ്ങൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇതൊരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പാണ്. ഈ കീഴടങ്ങൽ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ പരസ്പരമാണ്. സബ്മിറ്റിംഗ് ഈച്ച് അതർ, പരസ്പരമാണ് ആ കീഴടങ്ങൽ. ഇനി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്നേഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേർഡ്, നമുക്ക് വേദസ്വത്തിൽ 2-3 ഗ്രീക്ക് വേർഡ് പതിനിയമത്തിൽ കാണാം. ഒന്ന് ഫിലിയ എന്ന് പറയുന്ന വാക്കാണ്, ബ്രദർലി ലവ്. വേറൊന്ന് ഇറോസ് എന്ന വാക്കാണ്, അതായത് ലവിങ് സമ്മൺ ബൈ ദ ഫിസിക്കൽ അട്രാക്ഷൻ, മറ്റൊരാളുടെ ഒരു ശാരീരിക സൗന്ദര്യത്തിൽ അട്രാക്റ്റഡ് ആകുക. അതാണ് ഇറോട്ടിക് ലവ് അല്ലെങ്കിൽ ഇറോസ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്ക് ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഗാപ്പെ എന്ന വാക്കാണ്. എന്ന് പറഞ്ഞാൽ ലവ് ദാറ്റ് ഗിവ്സ്, നൽകുന്ന സ്നേഹം, വിട്ടുകൊടുക്കുന്ന സ്നേഹം, നഷ്ടപ്പെടുത്തുന്ന സ്നേഹം, ഇതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നഷ്ടപ്പെടുത്തുന്ന, വിട്ടുകൊടുക്കുന്ന, ത്യാഗം ചെയ്യുന്ന സ്നേഹമാണെങ്കിൽ പരസ്പരം സ്നേഹിക്കും, കീഴടങ്ങലും ഉണ്ടാവും. അപ്പോൾ കീഴടങ്ങൽ എന്ന് പറയുന്നത് അവിടെ അടിമത്വം അല്ല, കാരണം അവിടെ സാക്രിഫൈസിനകത്താണ്, അൺകണ്ടീഷണൽ ലവ് ആണ്, നിബന്ധനകൾ കൂടാതെ സ്നേഹിക്കുക. അപ്പൊ ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ അധികം വലിയതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ലിറ്റേർജിയിലെല്ലാം ഒരു ക്രിയേഷൻ സ്റ്റോറിയെ കുറിച്ചാണ് പറയുന്നത്. ദൈവം സൃഷ്ടിച്ചതിനെ കുറിച്ചും ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഉദ്ദേശത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് ആ ഏതെങ്കിലും ഭാഗമെല്ലാം ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും അവന് തുണയായിട്ട് സ്ത്രീയെ സൃഷ്ടിച്ചുവെന്നൊക്കെ പറയുന്നത് ഈ ക്രിയേഷനിലൂടെ ഒരു റിഡംഷൻ സാധ്യമാകും, അത് ഫാമിലിയിലൂടെയാണ് എന്നാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഇതിനെ ഒരു ശരീരം എന്ന് പറയുന്നത്, വൺ ഫ്ലഷ്. അത് 2 കുടുംബത്തിൽ വളർന്ന 2 പേർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരു ശരീരമായി മാറുന്ന എങ്ങനെയാണ്? 2 ഫാമിലിയിൽപ്പെട്ടവർ, 2 സ്വപ്നങ്ങളും, 2 അബ്രിങ്ങിയും, 2 സ്വഭാവവും, 2 രീതികളുമുള്ള ആളുകൾ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അതെങ്ങനെ പറ്റും? അവിടെ എങ്ങനെയാണ് ഈ വൺനെസ് പറ്റുന്നത്? അപ്പൊ വൺനെസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന യൂണിഫോമിറ്റി അല്ല. അതായത് ഞാൻ പറയുന്ന പോലെ എല്ലാം നടക്കണം, ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ ശരി, ഞാൻ പറയുന്ന പോലെ നിങ്ങളെല്ലാം ചെയ്യണം എന്ന് പറയുന്ന ഒരു യൂണിഫോമിറ്റി അല്ല, അങ്ങനെ ഒരു ഏകത്വമല്ല. അപ്രീഷിയേറ്റിംഗ് ദ ഡിഫറൻസസ് ഓഫ് ദി അതർ, അതാണ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ. എനിക്ക് AC ഇട്ട് കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ എൻ്റെ പാർട്ട്ണർ AC ഇല്ലാതെ കിടക്കുന്നതായിരിക്കും ഇഷ്ടം. എൻ്റെ ഡിഫറൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ എൻ്റെ പാർട്ട്ണർക്കും, പാർട്ട്ണർ ഡിഫറൻസിനെ അപ്രീഷിയേറ്റ് എനിക്കും സാധിക്കുമ്പോഴാണ് ശരിയാകും. അപ്പം ഒരിക്കലും വൺനെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏകത്വമാണെന്ന് നമ്മൾ വിചാരിക്കരുത്, അത് വൈവിധ്യമുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജനറേഷൻ അവിടെ ജീവിക്കുമ്പോൾ അവരുടെ അതേ ഡിഫറൻസസോടുകൂടെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. വെൻ ചിൽഡ്രൻ ആർ ബീയിങ് ബ്രോട്ട് അപ്പ് ഇൻ എ കോണ്ടെക്സ്റ്റ് വെയർ ദ കൾച്ചർ ഇസ് ഡിഫറെന്റ്, the system is different, the upbringing is different from what you had in the past, appreciate with their own differences. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഫോട്ടോസ്റ്റാറ്റ് ആക്കി മാറ്റുന്നതിനകത്തല്ല, അവരുടെ ഡിഫറൻസസിനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ നിങ്ങൾ നാട്ടിൽ വരുന്നത് പോലെ നിങ്ങളുടെ മക്കൾ നാട്ടിൽ വരണമെന്നില്ല. കാരണം ആ റൂട്ട്സ് നിങ്ങളുടെ ജനറേഷൻ വരുമ്പോൾ അത് ഇല്ലാതാവും. അവരെ ഒന്നും ഇങ്ങനെ ആ ബിലോങ്ങിങ്നെസ് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ നാട്ടിൽ വന്ന് കണ്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകണം എന്ന് പറയുന്ന ഒരു ബിലോങ്ങിങ്നെസ് അടുത്തൊരു ജനറേഷൻ വരുമ്പോൾ ഉണ്ടാവണമെന്നില്ല. എന്നാൽ ആ ബോണ്ടിങ് വളർത്തുന്നിടത്താണ് ഇതെല്ലാം ഉണ്ടാകും. അതാണ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന എല്ലാം എങ്ങനെയാണ്? ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ബോണ്ടിങ് വളർത്തുക. നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളെ സൂക്ഷിക്കുക. പലയിടങ്ങളിൽ നിങ്ങൾ ഓരോ പ്രാവശ്യമെങ്കിലും നാട്ടിൽ വരുമ്പോൾ എല്ലായിടും ഒന്ന് പോവുക, എല്ലാ ബന്ധുക്കളെ ഒന്ന് കാണുക, ഓരോ പ്രാവശ്യം വരുമ്പോഴും കുഞ്ഞുങ്ങളെ അവരെ പരിചയപ്പെടുത്തുക. ഇതിനകത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഉണ്ടല്ലോ, അതാണ് അവരെടുക്കുന്നത്. അവർക്ക് ലാംഗ്വേജ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മലയാളം അത്ര ഈസി ആവണം, പക്ഷെ ആ ബോണ്ടിങ് അവർക്ക് മനസ്സിലാവും. ഞാനത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പിള്ളേർ നാട്ടിൽ വരുമ്പോൾ.
അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അവർക്ക് ആ റൂട്ട് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രയാസമില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ആളിലെല്ലാം ഒരു പൊങ്ങച്ചങ്ങളിലാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ നാട് മോശമാണ്, നമ്മുടെ ഭാഷ മോശമാണ്, നമ്മുടെ ഭക്ഷണം മോശമാണ്. ഇതാണ് വളരെ ചെറുപ്പം മുതലേ അവർ കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഈ ബോണ്ടിങ് അവർക്ക് മനസ്സിലാകാം. അവർക്ക് ഇംഗ്ലീഷ് മലയാളം പറയണം നിർബന്ധമില്ല, ആ ബോണ്ടിങ് മനസ്സിലായാൽ മതി. അത് അവർക്ക് മനസ്സിലാകുന്ന ധാരാളം കുട്ടികളെ ഞാൻ കണ്ടു, ധാരാളം കുട്ടികൾ. എന്നാൽ മനസ്സിലാകാത്തവരെ കണ്ടിട്ടുണ്ട്. കാരണം ഇത് ഒരിക്കലും ഇതെല്ലാം വീട്ടിൽ പറയുന്ന അനുസരിച്ചാണ്. നിങ്ങളുടെ പേരൻസിനോട് നിങ്ങൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അത് വളരെയധികം അവർ മനസ്സിലാവും. അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പനമ്മയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. അപ്പൊ പേരൻസിനെ, നാട്ടിലുള്ള പേരൻസിനോട് നിങ്ങൾ എങ്ങനെ ഇടപെടുന്നു? നാട്ടിലുള്ള ഒരാളുടെ വോയിസ് മെസ്സേജ് കേൾക്കുകയാണ്, നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളുടെ വോയിസ് മെസ്സേജ്, നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കേൾക്കാൻ നിങ്ങൾ പറയുക, ഇത് ഭയങ്കര ശല്യമായി പോയി എന്നാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്കിൽ പിന്നെ ഈ ബോണ്ടിങ് ഒരിക്കലും സാധിക്കുന്നില്ല. ഈ ബോണ്ടിങ് എപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ മാത്രമേ ഈ ജനറേഷന് സിബ്ലിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാകത്തുള്ളൂ, പേരൻസിനോട് ബന്ധം ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഒരു രാജ്യത്ത് പോയൊരു കഥ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരെന്നോട് പ്രത്യേകം പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികളോടാണെന്ന് ചോദിക്കരുത്. അവർക്ക് പോലും അറിയത്തില്ല, അങ്ങനെ രാജ്യമാണ്. എന്നാൽ ഞാൻ അവരെ ശ്രദ്ധിച്ചത്, ഒരു 20% ആളുകൾ അവിടുത്തെ കുട്ടികൾ, അവർ 12th കഴിഞ്ഞ് അവർ ഹോസ്റ്റലൊക്കെ പോവെങ്കിലും പഠിക്കാനൊക്കെ പോവെങ്കിലും ഒരു കണക്ഷൻ ഉണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഡിസ്കണക്റ്റഡ് അല്ല, ദേ ആർ കണക്റ്റഡ് ടു ദെയർ ഫാമിലി. അതിൽ ചില കുട്ടികൾ അവരുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നു. വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് അത്ര, ആ ഒരു കൾച്ചറിൽ അത്ര ഈസി അല്ല. കാരണം അവരെ ഇൻഫർട്ടൈലിറ്റി വരെ കാണും അവരുടെ കമ്മ്യൂണിറ്റി, ആ സെയിം ഏജ് ഗ്രൂപ്പുകാർ. നീ വീട്ടിലാണോ നിൽക്കുന്നത് ചോദിച്ചാൽ, കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ വീട്ടിലാണോ നിൽക്കുന്നത് ചോദിച്ചാൽ ഈസ് ഗുഡ് ഫോർ നത്തിങ് എന്നാണ് അവരുടെ ഒരു പിയർ ഗ്രൂപ്പിന്റെ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന കുട്ടികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ്, വൈ ഡോണ്ട് യു ലീവ് യുവർ ഹോം എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത്, അച്ഛൻ ഫാമിലി ഈസ് എ വെരി സേഫസ്റ്റ് പ്ലേസ് എന്നാണ്, ആൻഡ് ഐ ലവ് ബീങ് ഹിയർ. അപ്പൊ ഞാൻ അവരെ ശ്രദ്ധിച്ചപ്പോഴെല്ലാം ഇങ്ങനെ ഒരു 10 to 20 പെർസെൻറ്റേജ് ഫാമിലീസ് അവരുടെ യങ് ജനറേഷൻ അവർ ജീവിക്കുന്ന കൾച്ചറിലേക്ക് അങ്ങനെ പെട്ടെന്ന് മാറുന്നില്ല. അത് US-ലും യൂറോപ്പിലും എല്ലാം അത് സംഭവിക്കുന്നു. അതിന്റെ കാരണം ആ പേരൻസ് വളരെ സാധാരണക്കാരായി ജീവിക്കുകയും അവരൊരിക്കലും ഈ തേങ്ങയായിട്ട് മാറാൻ പരിശ്രമിക്കാറില്ല എന്നുള്ളതാണ്. തേങ്ങയാകുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. അതായത് ഞാൻ സ്വയം സായിപ്പാണെന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കൽ കോട്ടയത്ത് ഒരു ഡെന്റൽ ക്ലിനിക്കിൽ പോയപ്പോൾ ഒരു അച്ചായൻ പല്ല് ശരിയാക്കി, പലരും നാട്ടിൽ വരുന്ന പല്ല് ശരിയാക്കാൻ വേണ്ടിയാണല്ലോ, അല്ല അപ്പുറമേ കാണാനൊന്നുമല്ല, പല്ല് ശരിയാക്കാൻ വേണ്ടി നാട്ടിൽ. അപ്പോൾ ഇത് പിന്നെ ക്ലിനിക്കിൽ ഞാൻ ഇരിക്കുമ്പോൾ ഇയാൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് വർഷം മുമ്പാണ് ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അതിന്റെ മേളിലൊരു ഉടുപ്പായിട്ടിരിക്കുന്നത്. അപ്പൊ മനസ്സിലായി ഇത് ഏതോ ഒരു അച്ചായനാണ്, വെളിയിലാണ്, വിദേശത്താണ്. അപ്പൊ ഞാൻ കുപ്പായൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് എന്നെ പരിചയപ്പെടുകയും ചെയ്തു. അയാൾ മർത്തവക്കാരനാണ്. അയാള് ഷോർട്സ് ഇടുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അയാൾ ജീവിക്കുന്ന കൾച്ചറിൽ ഷോർട്സ് ഇടുന്നത് പ്രശ്നമില്ല. പക്ഷെ കോട്ടയത്ത് ഇടുമ്പോൾ അവിടെ അത്യാവശ്യമായിട്ടും ആളുകൾ അതിന്റെ മേളിലൊരു മുണ്ടും എടുത്ത് നടക്കുന്നവരാണ്. ആ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അച്ചായൻ അയാളെ സായിപ്പാണെന്ന് തോന്നിക്കഴിയും, പിന്നെ അയാളെ പിടിച്ചാൽ കിട്ടത്തില്ല. അതാണ് ഈ പൊങ്ങച്ചങ്ങൾ ജീവിക്കുക എന്ന് പറയുന്നത്. 20% ഫാമിലീസ് എന്തുകൊണ്ടാണ് അവരുടെ കുട്ടികൾ അവിടുത്തെ ഒരു കൾച്ചറിലോട്ട് പോകാത്തതെന്ന് ചോദിച്ചാൽ, അവരുടെ ഫാമിലിക്കും വാല്യൂസിനും ചേർച്ചിനും കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസിലാണ് അത്. 80% ആളുകൾ, ഞാൻ ഈ പെർസെൻറ്റേജ് വെച്ച് നിങ്ങൾ എന്നോട് വഴക്കിടാനൊന്നും പറഞ്ഞില്ല, ഞാനൊരു എക്സാമ്പിളായിട്ട് എന്ന് പറഞ്ഞത്, 80% ആളുകൾ അവർക്ക് സ്വയം തോന്നുകയാണ്, അയ്യോ നമ്മുടെ എല്ലാം മോശമാണ്, കേരളം എല്ലാം മോശമാണ്, മലയാളം എല്ലാം മോശമാണ്, കൾച്ചർ എല്ലാം മോശമാണ്, ഇതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയാൽ. ഞാൻ ഈയിടയ്ക്ക് അയാളുടെ മോൻ കല്യാണം കഴിച്ചത് വൈറ്റ് ആണ്.
അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, കല്യാണം കഴിക്കുന്നത് അവരുടെ ഫ്രീഡമാണ്, അത് നമ്മുടെ വിഷയമല്ല, അവരുടെ ഫ്രീഡമാണ്. അയാൾ എന്നോട് പറഞ്ഞു, അച്ഛൻ നമ്മുടെ ആളുകളെക്കാളും ഫെയ്ത്ത് ഉള്ള ഒരു കൊച്ചാന്നോ. അവിടാണ് പ്രശ്നം. നമ്മൾ അതുവരെ വിഷയമില്ല. പക്ഷെ അയാളൊരു കമ്പാരിസൺ നടത്തുന്നു. അയാൾ പറയും, അച്ഛൻ നമ്മുടെ ആളുകൾക്ക് ഇതൊന്നുമില്ല, നമ്മുടെ ആളുകളെക്കാളും ഫെയ്ത്ത് ഉള്ള ഒരു കൊച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ കോക്കനട്ട് ആകാൻ പാടില്ലെന്ന് പറയുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, ഈ ബോണ്ടിങ് ശക്തമാകുന്നിടത്താണ് ഒരു ജനറേഷനും പേരന്റിങ്ങും എല്ലാം ശക്തം. അവിടെ എല്ലാം നമ്മൾ ഈ ഇതിന് ഇപ്പൊ നിങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് പേരന്റിങ് എന്നൊക്കെ ചോദിച്ചാൽ, അങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഒന്നും ആർക്കും പറയാനൊക്കത്തില്ല. നമ്മൾ ലേൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ നിങ്ങൾ പഠിച്ച പേരന്റിങ് സ്റ്റൈല് അവിടെ അപ്ലൈ ചെയ്യാനൊക്കെ. നിങ്ങളെ വളർത്തിയപ്പോ 2 അടി തന്നാണ് വളർത്തിയത്, അടിക്കാനൊക്കെ. നിങ്ങളെ വളർത്തിയപ്പോൾ നിബന്ധനകൾ കൂടിയാണ് വളർത്തിയത്, പറ്റുമോ അവിടെ? പറ്റത്തില്ല. നിങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട, ആധ്യാത്മികതയിൽ അടിസ്ഥാനപ്പെട്ട ഒരു സിസ്റ്റത്തിൽ മാത്രമേ പേരന്റിങ് സാധ്യമാകൂ. അതായത് ഒരു കാര്യത്തിൽ നിബന്ധന വെക്കാൻ പറ്റും, എല്ലാ കാര്യത്തിലും നിബന്ധന ഒന്നും പറ്റുന്നില്ല. നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ബൈബിൾ വായിച്ചിരിക്കും, പ്രാർത്ഥിച്ചിരിക്കും, കുടുംബ പ്രാർത്ഥന നടത്തിയിരിക്കും, എല്ലാ ഞായറാഴ്ചയിലും നമ്മൾ പള്ളിയിൽ പോയിരിക്കും. ഇത് പറയുകയല്ല, പറയാതെ ബോധ്യപ്പെടുകയാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റി ശക്തി. അതുകൊണ്ടാണ് ഈ ഫാമിലീസിൽ സക്സസ്ഫുൾ ഫാമിലി ആരാണെന്നൊക്കെ ചോദിച്ചാൽ, ഈ സക്സസ്ഫുൾ ഫാമിലിയുടെ പ്രത്യേകത, അവർ ആരാണോ സ്പിരിച്വൽ വെൽബീയിങ്, ദോസ് ഹു ഹാവ് സ്പിരിച്വൽ വെൽബീയിങ് ഹാവ് സക്സസ്ഫുൾ ഫാമിലി ലൈഫ് എന്നാണ്. അതായത് ഒരാളുടെ ആധ്യാത്മികത എത്രത്തോളം ശക്തമാണോ അത്രത്തോളം അവരുടെ കുടുംബജീവിതം വിജയിക്കുമെന്ന്. ഇത് ലോകത്തിൽ പ്രൂവ് ചെയ്ത റിസർച്ച്. അപ്പൊ നമുക്ക് നിബന്ധനകൾ വെക്കാൻ പറ്റുന്ന ചില ഏരിയകളുണ്ട്, ആ ഏരിയകൾ വളരെ പ്രധാനം. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാം ഒരു കവനന്റിനെ ബേസ് ചെയ്തിട്ടാണ്. 2, നമ്മുടെ ഈ റിലേഷൻഷിപ്പ് എല്ലാം നടക്കുന്ന ചില വാല്യൂസിനെ അപ്ഹോൾഡ് ചെയ്യുന്നിടത്താണ്. അതിൽ ചില ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്ന പോലെ, ചിക്കൻ കറിയിൽ ചേർക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് പോലെയാണ്. അതിലൊന്നാമത്തതാണ് അൺകണ്ടീഷണൽ, നിബന്ധനകൾ കൂടാതെ സ്നേഹിക്കുക, പരസ്പരം കുറവുകൾ മനസ്സിലാക്കി സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനകത്ത് എപ്പോഴും ഒരു ജനറ്റിക്കൽ ഡിഫറൻസ് ഉണ്ട്, ജീന്റെ ചില ട്രാൻസ്മിഷൻസ് ഉണ്ട്, ജെൻഡർ ഡിഫറൻസസ് ഉണ്ട്. ഇപ്പോൾ പുരുഷന്മാരെ ഏത് ലോകത്തിലെ എല്ലാ സ്ഥലത്തെയും പുരുഷന്മാർക്ക്, ഇത് ജോൺ ഗ്രേ എന്ന് പറയുന്ന ആൾ പറഞ്ഞ, മെൻ ആർ ഫ്രം മാസ്, വിമൻ ആർ ഫ്രം വീനസ്. ഇത് ജോൺ ഗ്രേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറയാം. അതായത് പുരുഷന്മാർക്ക് എപ്പോഴും പവർ എന്ന് പറയുന്നത് അവർ സന്തോഷമായിട്ട് സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. പവർ, അത് വീട്ടിലും പള്ളിയിലും എല്ലാം ഈ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ അച്ചീവ്മെന്റ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവർക്കിഷ്ടം. അങ്ങനെയുള്ള ആളുകളെയാണ് അവർക്കിഷ്ടം. അപ്പൊ അതുകൊണ്ട് പുരുഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അച്ചീവ്മെന്റ് ഓറിയന്റഡ് ആണ്. മനസ്സിലായോ? ഞാനൊരിക്കൽ ഒരു പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രവാസികളെ ആളുകൾ ഈ നാട്ടിൽ വണ്ടി വാങ്ങിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ പള്ളി കഴിഞ്ഞപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ ഒരു സ്വപ്നമാണത്. അതായത് ഞാൻ പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ വരുന്നില്ല, നിങ്ങൾ വല്ലപ്പോഴും വരും, നിങ്ങൾ അപ്പോൾ റെന്റ് കാർ ഉപയോഗിച്ചാൽ പോലെ. അതല്ല, ഒരു ഇന്നോവ തന്നെ വീട്ടിൽ കിടക്കണം. അപ്പൊ അതിന്റെ ഡിപ്രീസിയേഷൻ ഒന്നൊരു വിഷയമല്ല, ഒരു അഭിമാന പ്രശ്നമാണ്. ഈ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ എൻഫീൽഡ് വാങ്ങിക്കും, എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. അല്ലെ ഒരു താറ് വാങ്ങിക്കും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. 2 വർഷം കഴിഞ്ഞായിരിക്കും അടുത്ത അവധിക്ക് പോകുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് വാങ്ങിക്കുന്നത് ചോദിച്ചാൽ, ഇത് പണ്ട് വാങ്ങിക്കാൻ പറ്റാതെ പോയ ഒരു സ്വപ്നമാണ്. ഒരു സ്വപ്നം കിടപ്പുണ്ട്, ആ സ്വപ്നമാണ്, അത് അച്ചീവ്മെന്റ് ആണ്. പുരുഷന്മാരെപ്പോഴും അച്ചീവ്മെന്റ് ഓറിയന്റഡ് ആണ്. അത് ജോലിയിലുള്ള അച്ചീവ്മെന്റ് അല്ല, അതായിരുന്നു നമ്മൾ രക്ഷപ്പെട്ടു പോയത്. നമ്മുടെ നടക്കാതെ പോയ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പരിശ്രമമുണ്ടല്ലോ, അത് അച്ചീവ്.
ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീട് കൂതാശിക്ക് പോയത്. ആ വീട്ടിൽ ഇനി അവരൊരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷെ അവർ ആ വീട് വെച്ചത് എന്തിനാണെന്ന് തന്നെ നമ്മൾ അതിശയിച്ചു. അപ്പൊ അവരിങ്ങോട്ട് വരുന്നവരല്ല, അവരവിടെ സിറ്റിസൺസ് ആണ്. പക്ഷെ അവരെന്തിനാ വീട് വെച്ചത്? അതായത് നാട്ടുകാർ പറയണം, അയ്യോ അവൻ കാനഡയിൽ പോയവിടെ രക്ഷപ്പെട്ടു. ഇത് നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ പലതും വാങ്ങിക്കുകയും പലതും ചെയ്യുകയും ചെയ്യും. ഇനിയുള്ള കാലങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഒരു സർവീസ് അപ്പാർട്ട്മെന്റ് മതി എന്നുള്ളതാണ്. അവധിക്ക് നാട്ടിൽ വരുമ്പോൾ താമസിക്കാൻ അത്യാവശ്യം ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉള്ള നല്ല റൂംസ് ഒക്കെ ഉള്ള 10 ദിവസത്തേക്ക് അവൻ താമസിക്കുന്നതിന് 1 കോടി രൂപയുടെ വീട് വെച്ചിട്ട് അനാഥ പ്രേതം പോലെ അതിന്റെ BBC-ലൊക്കെ വന്ന് ഞങ്ങൾക്ക് ഉൾപ്പെടെ നാണക്കേട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് സർവീസ് അപ്പാർട്ട്മെന്റ്സിലോട്ടൊക്കെ ആളുകൾ മാറേണ്ട കാലമായി കഴിഞ്ഞു. നിങ്ങളെല്ലാം ഒന്ന് എഗ്രി ചെയ്യണമെന്നില്ല, പക്ഷെ ആ കാലമൊക്കെ കഴിഞ്ഞു. നമ്മളൊരു അച്ചീവ്മെന്റ് ഓറിയന്റഡ് ആകുക. അപ്പൊ അതൊരു പുരുഷന്റെ വലിയൊരു പ്രശ്നമാണ്. ലോജിക്കാണ് ഫ്രണ്ടിൽ നിന്ന്. ഇൻഫർമേഷൻ ബേസ്ഡ് റാപ്പോ ഉണ്ട്, പക്ഷെ അത് ഇൻഫർമേഷൻ ബേസ്ഡ്. അതുകൊണ്ട് അയാൾക്ക് അപ്രീസിയേഷൻ കിട്ടുന്ന മേഖലകളിലാണ് അയാൾക്ക് സന്തോഷം. ഇത് കൊടുക്കാതിരുന്നാൽ കുഴപ്പമാണ്. ഭാര്യ ഇത് കൊടുക്കാതിരുന്ന ഇയാൾ കൊടുക്കാതിരുന്നില്ല. ഞങ്ങൾ അച്ഛന്മാരൊക്കെ ആകുമ്പോൾ ഇങ്ങനെ എല്ലാ ആളുകളുടെയും വീടുകളൊക്കെ പോകുമ്പോൾ ഈ അച്ചീവ്മെന്റ്സ് ആയിരിക്കും പറയുന്നത്. അച്ഛാ ഞാനാണ് ഈ പള്ളി ഉണ്ടാക്കിയത്, ഞാനാണ് ഈ പള്ളിയുടെ പില്ലർ. നമ്മൾ അടുത്ത വീട്ടിൽ ചെല്ലുമ്പോഴറിയാം ഇവൻ പില്ലർ അടിച്ചോണ്ട് പോയ പാർട്ടി. അപ്പോൾ അച്ചീവ്മെന്റ്സിനേക്കാളും ലൈഫിന് പ്രാധാന്യം. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ പുരുഷനാണോ സ്ത്രീയാണോ ഏറ്റവും കരുത്തരെന്നൊക്കെ ചോദിച്ചാൽ ശാരീരികമായി അവരുടെ ശാരീരികമായി നോക്കിയാൽ ഇപ്പോൾ പുരുഷന്മാരായിരിക്കും കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉള്ളവർ. മാനസികമായി നോക്കിയാൽ സ്ത്രീകളാണ് ഏറ്റവും ശക്തരായ. ഇത് ഞാൻ പറഞ്ഞതല്ല, ദയാബായി പറഞ്ഞു. ദയാബായി പറയുന്നത് ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തരായ ആളുകൾ സ്ത്രീകളാണ്. കാരണം ഏത് ക്രൈസിസിനെയും ഫേസ് ചെയ്യാനുള്ള മനോബലം അവർക്കുണ്ട്. അതുകൊണ്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ ഒരു പുതിയൊരു കോണ്ടെക്സ്റ്റിലോട്ട് ചെന്ന് വളരെ പെട്ടെന്ന് അതിനോട് അസിമുലേറ്റ് ചെയ്ത് അവർ ബിൽഡ് ചെയ്യും, അവരുടെ ലൈഫിനെ ബിൽഡ് ചെയ്യും. കാരണം അവിടെ ഈ കരുത്തെന്ന് പറയുന്നത് ഈ മസിൽസിന്റെ കരുത്തല്ല. മസിൽസിന്റെ കരുത്തിനകത്താണ് ഈ ഡിഫറൻസ് ഉള്ളത്. എന്നാൽ അതിനേക്കാൾ അപ്പുറം ഒരു ക്രൈസിസിനെ ഫേസ് ചെയ്യാനുള്ള ഒരാളുടെ കഴിവ്. അതുകൊണ്ട് ഒരു ഫാമിലി എന്ന സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ ഈ ജെൻഡർ ഡിഫറൻസിനെ അറിയണം, പരസ്പരം മനസ്സിലാക്കണം, മ്യൂച്വൽ റെസ്പെക്ട് വേണം, അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇത് അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ഫിനോമിനയാണ്. 30 വർഷമോ 40 വർഷമോ ജീവിച്ചവർ ചോദിക്കുകയാണ് വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ദേ നെവർ അണ്ടർസ്റ്റുഡ് ഈച്ച് അതർ. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ വളരെ ഡെപ്ത് ഉള്ള കാര്യമാണ്. മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റുന്നത് അത്ര ഈസിയായ കാര്യമല്ല. വി ട്രൈ ആ ലെവൽ ബെസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ്. എല്ലാം തികഞ്ഞ ഒരു ഫാമിലി, ഒരു വഴക്കുമില്ലാത്ത ഫാമിലി, അങ്ങനെയൊന്നും ഒരു ഫാമിലി ഇല്ല. അങ്ങനെ ഒരു പെർഫെക്റ്റ് ഫാമിലിയേ ഇല്ല, അങ്ങനെ പെർഫെക്റ്റ് ഹസ്ബൻഡേ ഇല്ല. വി മേക്ക് അവർ ലൈഫ് പെർഫെക്റ്റ്. നമ്മൾ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ കുടുംബവും, നമ്മൾ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ സ്വർഗവും. അങ്ങനെ നമ്മളൊരു പോസിറ്റീവായിട്ട്, എന്നാൽ വഴക്ക് എന്താണെന്നൊക്കെ ചോദിച്ചാൽ പോസിറ്റീവ് കോൺഫ്ലിക്ട്സ് ആണ്. അഭിപ്രായങ്ങൾ തുറന്നു പറയും. ഞാനൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫാമിലി കോൺഫറൻസിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഈ വഴക്കില്ലെങ്കിൽ ഒരാൾ മെന്റലി റിട്ടാർഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. ചുമ്മാ അന്നേരം ഒരു ലൂസ് ടോക്ക് പോലെ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പം ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, അച്ഛനാ പറഞ്ഞത് ശരിയല്ല. ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് വരെയും വഴക്കുണ്ടാക്കിയിട്ടില്ല. ഇന്ന് വരെയും 40 വർഷമായി ഇന്ന് വരെ വഴക്കുണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഇത്രയും വലിയ വിശുദ്ധരായ ആളുകളും മാലാഖമാരെ പോലെ ജീവിക്കുന്ന ആളുകളാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അറിയാൻ വയ്യാതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു, തമാശ പറഞ്ഞിട്ടുണ്ട്. അന്നേരം എന്നോട് വികാരിച്ചും പറഞ്ഞു, അയാൾ പറഞ്ഞത് കറക്റ്റാണ്, 40 വർഷം അയാൾ വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ടില്ല. അതിന്റെ കാരണം എന്താ അറിയാമോ? അയാളുടെ വീട്ടിൽ അയാൾ മാത്രമേ സംസാരിക്കാറുള്ളൂ, ഭാര്യ സംസാരിക്കാറില്ല. ഭാര്യ വാതിർന്ന് സംസാരിക്കാൻ അനുവദിക്കാറില്ല, പിന്നെ എങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? വാതിർന്ന് സംസാരിക്കുമ്പോഴല്ലേ ഉള്ളൂ വഴക്ക്, അവർ മിണ്ടാറില്ല. സോ ഷീ വാസ് സ്നാപ്ഡ് ഫോർ ഓൾമോസ്റ്റ് 40 years. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കുന്നതാണ് കോൺഫ്ലിക്റ്റ്. ഷെയറിങ് യുവർ ഡിഫറൻസസ് ഇസ് കോൺഫ്ലിക്റ്റ്. അങ്ങനെ പറയാത്തൊരു ഫാമിലിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ടോൾസ്റ്റോയുടെ ഒക്കെ ഒരു കുടുംബത്തിന്റെ ഒരു ഡെഫിനേഷൻ ഒക്കെ പറയുന്നത് കലഹിക്കുന്ന കുടുംബമാണ് യഥാർത്ഥ കുടുംബം, അഭിനയിക്കുന്ന കുടുംബമല്ല. നമ്മളിപ്പോ വെബ് സീരീസിലൊക്കെ കാണുന്നതല്ല അഭിനയിക്കുന്ന കുടുംബമാണ്. ഇവിടെ ഇരിക്കുന്നവർക്ക് തോന്നും. ഞാൻ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന സമയത്ത് ഒരാൾ എന്നെ കാണാൻ വന്നത്, മക്കളുടെ അടുത്ത് പോയതാണ്.
അപ്പോൾ എനിക്ക് പോയതിനു ശേഷം തിരിച്ച് വന്നിട്ട് ഒരു വർണ്ണനയാണ്. അയ്യോ എൻ്റെ അച്ഛൻ അവിടെയൊക്കെ ആപ്പിൾ പറക്കി വിറ്റാൽ $25 കിട്ടും. അപ്പൊ എന്റെ മനസ്സിനോട് ഇയാൾ എന്തിനാ കഷ്ടപ്പെട്ട് നാട്ടിലോട്ട് വരാൻ പോയി, ഇവിടെ പേരയ്ക്ക പറക്കി വിറ്റാൽ പോലും ഒന്നും കിട്ടത്തില്ല, അവിടെ അങ്ങനെ നിന്നാ പോരായിരുന്നു, ആപ്പിളൊക്കെ പറക്കി നിന്നാ പോരാ. നമ്മൾ അങ്ങനെ ഒരിക്കലും ജീവിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാം തികഞ്ഞവരാണെന്ന് കാണിക്കുന്നത് എല്ലാം തികഞ്ഞവരാകണമെന്നില്ല. കലഹിക്കുന്ന ഫാമിലിയാണ് ഏറ്റവും നല്ല ഫാമിലി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അടിയും വഴക്കെന്നുള്ളതല്ല. അതായത് എല്ലാവരുടെയും സ്വപ്നങ്ങളെ തുറന്നു പറയുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും എല്ലാവരുടെയും ഡിഫറൻസസിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും എന്നാൽ ഒരുമിച്ച് വളരാൻ ശ്രമിക്കുകയും അവിടെ ഒരു വഴക്കുണ്ടായാൽ തന്നെ അതിനെ ഫൊർഗീവ് ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യുന്നൊരു അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക. ഫാമിലി that is willing to forgive each other, പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാകുന്നത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം 1 മണിക്കൂറായി, ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഈ ഒരു കാലത്ത് നമ്മുടെ ഈ ബന്ധങ്ങളെല്ലാം അത് ഏതൊരു കോണ്ടെക്സ്റ്റിൽ ജീവിച്ചാലും എത്രമാത്രം ശക്തമാക്കാം അത്രമാത്രം ശക്തമാകേണ്ട ആവശ്യം. നിങ്ങളുടെ ഒരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും ഒരു ഞാൻ പറയുന്ന ജനറലി പറയുന്ന കോണ്ടെക്സ്റ്റിലാണെങ്കിലും ഇനിയുള്ള കാലത്ത് ഈ ഒരു പേരന്റിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കോച്ചിങ് പോലാണ്. കോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കോച്ച് കളിക്കാറില്ല, കോച്ച് ചെയ്യാറ്. ഒരു കോച്ചും കളിക്കാറില്ല, പക്ഷെ അയാൾക്ക് കളി മുഴുവൻ അറിയാം. അപ്പോൾ പേരന്റിങ്ങിന് കോച്ചിങ് എന്നാണ് ഇപ്പൊ പറയുന്നത്. അതായത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ കോച്ച് ഇറങ്ങും, എന്നാൽ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി കോച്ച് വാച്ച് ചെയ്യുകയും ചെയ്യും. അതാണ് പേരന്റിങ് എന്ന് പറയുന്നത്. മക്കൾ മക്കളായി തന്നെ വളരാനും അവരുടെ സ്വപ്നങ്ങളോടുകൂടെ വളരാനും എന്നാൽ അതേസമയം തന്നെ അവർ റൂട്ട് മാറുന്നു എന്ന് തോന്നുമ്പോൾ തിരുത്താനും സാധിക്കുന്നതാണ് കോച്ച്. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം മക്കളിലൂടെ പൂർത്തീകരിക്കണം എന്നുള്ളതല്ല, അവർക്ക് അവരുടേതായ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡ്രീംസ് ഉണ്ടെന്നും അവരുടേതായ ഇൻഡിപെൻഡന്റ് വേൾഡ് ഉണ്ടെന്നും തിരിച്ചറിയുകയും അതേസമയം തന്നെ അവരെ അങ്ങനെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന മെന്റേഴ്സായി പേരൻസ് രൂപപ്പെടുക. മോഡലിങ്ങിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ജനറേഷനായി തീരുക. അതുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ 3 വാക്ക് നമ്മുടെ ഫാമിലിയിലൊക്കെ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ജസ്റ്റിസ്. അതായത് ജോസഫ് നീതിമാനായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ജസ്റ്റിസ് ഉറപ്പാക്കി, അതാണ് എൻ്റെ അർത്ഥം. 2, മറിയെ പോലെ ഒരു കണ്ടംപ്ലേഷൻ, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ചിലതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം, എല്ലാം ഒന്നും പരിഹാരം നേടണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കരുത്. 3, യേശു കർത്താവിന്റെ ജീവിതത്തെക്കുറിച്ചാണ്. ഫൈൻഡ് യുവർ പർപ്പസ്. നമ്മളൊരു കുടുംബമായി ഒരു രാജ്യത്തൊക്കെ ജീവിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി തിരിച്ചറിയുക, അങ്ങനെ അനുഗ്രഹമായി ജീവിക്കുവാൻ ദൈവം സഹായിക്കും. താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇത് മിഡ് നൈറ്റ് ആണ്, നിങ്ങൾക്കിത് രാവിലെയാണെന്ന് തോന്നുന്നു. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ഇവിടെ വൈകുന്നേരം 8:45. അച്ഛന് ഒത്തിരി ക്ഷീണിച്ച് അതിനകത്ത് കയറി അച്ഛന് മുഖം ഫേസ് ചെയ്തപ്പം പിന്നെ പക്ഷെ ക്ലാസ് തുടങ്ങിയപ്പം അച്ഛൻ വളരെ എനർജറ്റിക് ആയി. അത് ദൈവം അച്ഛന് കൃപ തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കാം.